ഇനി നമ്മളിവിടെ പഠിക്കുന്ന ചാപ്റ്റർ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് ആണ് കേട്ടോ. നമുക്കറിയാം എല്ലാ ആനിമൽസിനും ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ് ദേ ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ദെയർ ഫുഡ് അല്ലേ. പ്ലാന്റ്സിനാണ് ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റിനെ യൂസ് ചെയ്ത് അതിനെ കെമിക്കൽ എനർജി ആക്കി മാറ്റി ആ കെമിക്കൽ എനർജീനെ യൂസ് ചെയ്തിട്ട് ഫോട്ടോസിന്തസിസ് ചെയ്ത് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു അനാബോളിക് പ്രോസസ്സാണ്, എൻഡർഗോണിക് പ്രോസസ്സാണ്, ഓക്സിഡോ റിഡക്റ്റീവ് പ്രോസസ്സാണ്. ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്ന വാട്ടർ മോളിക്യൂളിനും റിഡക്ഷൻ നടക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനുമാണ് റിഡക്ഷൻ നടക്കുന്നത്. ഇതൊരു ഫിസിക്കോ കെമിക്കൽ പ്രോസസ്സാണ്. ഫോട്ടോസിന്തസിസ് ഒരു ഫിസിക്കോ കെമിക്കൽ പ്രോസസ്സാണ്. ഓക്കെ, ഫിസിക്കോ കെമിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എനർജി സൺലൈറ്റ് എനർജി കെമിക്കൽ എനർജി ATP മോളിക്യൂൾസ് ആക്കി മാറ്റി ആ ATP മോളിക്യൂൾസിനെ വെച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾ ഉണ്ടാവുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി ഈ ഫോട്ടോസിന്തസിസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദറ്റ് ഈസ് ബിക്കോസ് ഓഫ് 2 റീസൺസ്. ഒന്ന്, ഫോട്ടോസിന്തസിസിൽ നിന്നുണ്ടാവുന്ന ഫുഡ്, അതാണ് പ്രൈമറി സോഴ്സ് ഓഫ് ഫുഡ് ഓൺ എർത്ത്. അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫോട്ടോസിന്തസിസിൻ്റെ റിസൾട്ട് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ്, അതായത് ഗ്രീൻ പ്ലാന്റ്സ് ലങ് ഓഫ് എർത്ത് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആക്കി മാറ്റി കെമിക്കൽ എനർജീനെ യൂസ് ചെയ്ത് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഫോട്ടോസിന്തസിസിന് വേണ്ടി നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതൽ പഠിക്കുന്നുണ്ട്. ഫോട്ടോസിന്തസിസിന് ഉള്ള ബേസിക് റിക്വയർമെന്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ മോളിക്യൂൾ വേണം, ലൈറ്റ് ഈസ് എസെൻഷ്യൽ, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എസെൻഷ്യൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ എസെൻഷ്യൽ ഫാക്ടേഴ്സ് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇതിനെ ഓരോന്നിനെയും എസെൻഷ്യാലിറ്റി തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ദ ക്ലോറോഫിൽ ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ഇവിടെ നോക്കാം. അതായത് ഒരു പ്ലാന്റ് അത് ഡീസ്റ്റാർച്ച്ഡ് പ്ലാന്റ് ആയിരിക്കണം. അതായത് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സിന്റെ റിക്വയർമെന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴും ആ പ്ലാന്റിനെ ഡീസ്റ്റാർച്ച് ചെയ്തായിരിക്കണം. ഡീസ്റ്റാർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ പ്ലാന്റിനെ 2 ദിവസം കണ്ടിന്യൂസ് ആയി ഡാർക്ക് കണ്ടീഷനിൽ വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് സിന്തസൈസ് ചെയ്തേക്കുന്ന സ്റ്റാർച്ച് മോളിക്യൂളിനെ മൊത്തം അത് യൂസ് ചെയ്ത് കംപ്ലീറ്റ് സ്റ്റാർച്ചിനെ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് എന്തെങ്കിലും ഉണ്ടാവണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഹിയർ വി ആർ ടേക്കിംഗ് എ പോട്ടഡ് പ്ലാന്റ്. ആ പോട്ടഡ് പ്ലാന്റ് ഡീസ്റ്റാർച്ച്ഡ് പോട്ടഡ് പ്ലാന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഈ ഡീസ്റ്റാർച്ച്ഡ് പോട്ടഡ് പ്ലാന്റ് നമ്മൾ പുറത്തെടുത്തതിന് ശേഷം അതിന്റെ ഒരു ലീഫിനെ, നമ്മൾ ക്ലോറോഫിലിന്റെ റിക്വയർമെന്റ് ആയിട്ട് പറയുന്നത്, അതിന്റെ ഒരു ലീഫിനെ വേരിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഡീകളറൈസ് ചെയ്യാണ്. ഡീകളറൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതായത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ഇലയുടെ സർഫസിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇലയുടെ സർഫസിലുള്ള ക്ലോറോപ്ലാസ്റ്റിൽ ഉള്ള ക്ലോറോഫിൽ മോളിക്യൂൾ എല്ലാം റിമൂവ് ആയി പോയിട്ട് ആ ലീഫ് വേരിഗേറ്റഡ്, അതേപോലെ ഒരുമാതിരി പെയിൽ യെല്ലോ കളറിലോ അല്ലെങ്കിൽ വൈറ്റ് കളറിലോ കാണും. അതിനാണ് വേരിഗേറ്റഡ് ലീഫ് എന്ന് പറയാം. എന്നിട്ട് നമ്മൾ ഈ കംപ്ലീറ്റ് പ്ലാന്റിനെ സൺലൈറ്റിൽ വെക്കുക. സൺലൈറ്റിൽ വെച്ച് അതിൻ്റെ ഫോട്ടോസിന്തസിസിന് വേണ്ട ടൈം കൊടുത്തതിന് ശേഷം നമ്മൾ ആ പ്ലാന്റിനെ എടുത്തിട്ട് അതിൻ്റെ വേരിഗേറ്റഡ് ലീഫിലും അതുപോലെ തന്നെ വേരിഗേറ്റ് ചെയ്യാത്ത ലീഫിനകത്തും സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് നോക്കുക. സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് 2 ലീഫിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേരിഗേറ്റഡ് ലീഫിൽ സ്റ്റാർച്ച് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുക, ക്ലോറോഫിൽ പിഗ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഫോട്ടോസിന്തസിസ് നടന്നിട്ടില്ല, സ്റ്റാർച്ച് ഇല്ല. പക്ഷെ നോൺ വേരിഗേറ്റഡ് ലീഫിൽ, അതായത് ഗ്രീൻ കളർ ലീഫിലെല്ലാം സ്റ്റാർച്ച് ഉള്ളതും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആവുന്ന ഒരു കാര്യമാണ് ക്ലോറോഫിൽ ഈസ് റിക്വയർഡ് ഫോർ ദ ഫോട്ടോസിന്തസിസ്. ഇനി ലൈറ്റിന്റെ എസെൻഷ്യാലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഡീസ്റ്റാർച്ച്ഡ് പോട്ടഡ് പ്ലാന്റ് എടുക്കുക. എന്നിട്ട് അതിനകത്ത് ഒരു ലീഫിന്റെ ഹാഫ് ഭാഗം വന്നിട്ട്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ലീഫ് വന്നിട്ട് ഒരു ബ്ലാക്ക് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് വെക്കുക. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ഷുഡ് എക്സ്പോസ് ദിസ് പോട്ടഡ് പ്ലാന്റ് ടു സൺലൈറ്റ്. സൺലൈറ്റിൽ വെച്ചിട്ട് ഫോട്ടോസിന്തസിസിനെ അലൗ ചെയ്യുക. സൺലൈറ്റിൽ വെച്ച് ഫോട്ടോസിന്തസിസിനെ അലൗ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാർച്ചിന്റെ പ്രസൻസ് കവർ ചെയ്ത് വെച്ചേക്കുന്ന ലീഫിന്റെ പാർട്ടിലും അതുപോലെ തന്നെ കവർ ചെയ്യാതിരിക്കുന്ന ലീഫിലും സ്റ്റാർച്ചിന്റെ പ്രസൻസ് നോക്കിയാൽ നമുക്ക് കവർ ചെയ്ത് വെച്ചേക്കുന്ന ബ്ലാക്ക് പേപ്പർ വെച്ച് കവർ ചെയ്ത് വെച്ചേക്കുന്ന ലീഫിലെ സ്റ്റാർച്ചിന്റെ പ്രസൻസ് കാണാനുണ്ടാവില്ല. പക്ഷെ കവർ ചെയ്യാത്ത ലീഫിനകത്തൊക്കെ സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഉണ്ടാവുകയും ചെയ്യും. അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഫോട്ടോൺസ് ഓർ ലൈറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ് നമുക്ക് മനസ്സിലാക്കാം. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ റിക്വയർമെന്റ് ആണ് ഇനി അടുത്തത് നമുക്ക് കാണാനുള്ള. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു എക്സ്പെരിമെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു
പ്ലാന്റ് എടുത്തിട്ട് ആ ഡീസ്റ്റാർച്ച്ഡ് പ്ലാന്റ് പോട്ടഡ് പ്ലാന്റിനെ നമ്മൾ എടുത്തതിന് ശേഷം അതിനെ നേരെ പുറത്ത് വയ്ക്കുക, ലൈറ്റിൻ്റെ പ്രസൻസിൽ വയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ലീഫ് ഒരു ബീക്കറിൻ്റെ ഉള്ളിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് സോക്ഡ് കോട്ടൺ വച്ചിട്ടുള്ള, അതായത് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡിൽ മുക്കിയ കോട്ടൺ വച്ചിട്ടുള്ള ഒരു ബീക്കറിൻ്റെ ഉള്ളിൽ, ഒരു അടഞ്ഞ ബീക്കറിൻ്റെ ഉള്ളിലേക്ക് ഒരില മാത്രം കടത്തിയിടുക. എന്നിട്ട് ആ ബീക്കർ നമ്മൾ ലൈറ്റിന് എക്സ്പോസ് ആയിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കാണുമ്പോൾ തോന്നും ഈ ബീക്കറിൻ്റെ ഉള്ളിൽ ഇല ഇരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, അവർക്കവിടെ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ പോട്ടഡ് പ്ലാന്റിനെ വിച്ച് ഈസ് വൺ ലീഫ് വിച്ച് ഹാസ് ബീൻ എക്സ്പോസ്ഡ് ടു ദ ബീക്കർ വിച്ച് കണ്ടെയ്ൻ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് സോക്ഡ് കോട്ടൺ, ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് ഈ പ്ലാന്റിനകത്ത് സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ബീക്കറിൻ്റെ പുറത്തുള്ള ലീഫിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ഉണ്ടാവും, ബീക്കറിൻ്റെ അകത്തുള്ള ലീഫിൽ സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബീക്കറിൻ്റെ ഉള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ മുഴുവൻ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അവൈലബിലിറ്റി എവിടെ ഉണ്ടാവില്ല, ബീക്കറിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ ഫോട്ടോസിന്തസിസ് നടക്കില്ല. ഓക്കെ, ഇനി ജോസഫ് പ്രീസ്ലി അദ്ദേഹം ഒരു സീരീസ് ഓഫ് എക്സ്പെരിമെന്റ് ചെയ്ത ആളാണ് കേട്ടോ. 1770 അദ്ദേഹം കുറേ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതായത് ഈ പ്ലാന്റ്സിന്റെ ആക്ടിവിറ്റി കാണാൻ വേണ്ടിയിട്ട് ജോസഫ് പ്രീസ്ലി ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആണ്. ഒരു ബീക്കറിന്റെ ഉള്ളിൽ അദ്ദേഹം ഒരു ക്യാൻഡിലും കത്തിച്ചു വെച്ചു, ഒരു മൈസിനെയും വെച്ചു. എന്നിട്ട് ആ ബീക്കർ അടച്ചു വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ക്യാൻഡിൽ കെട്ടുപോയി, മൈസ് ചത്തും പോയി. അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ ക്യാൻഡിൽ ബേൺ ചെയ്യുന്നത് കൊണ്ടും മൈസ് ബ്രീത്ത് ചെയ്യുന്നത് കൊണ്ടും ആ ബീക്കറിൻ്റെ ഉള്ളിലുള്ള എയർ മുഴുവൻ ഫൗളായി, അത് എയർ മുഴുവൻ ചീത്തയായി. അതുകൊണ്ടാണ് അവർക്ക് രണ്ടുപേർക്കും അവിടെ സർവൈവ് ചെയ്യാൻ പറ്റാത്തത്, അതായത് ക്യാൻഡിൽ കെട്ടുപോയതും അതുപോലെ തന്നെ മൈസ് ചത്തുപോയതും. ദെൻ ആഫ്റ്റർ ദാറ്റ് വാട്ട് ഹി ഡിഡ്, ഹി ടുക്ക് ദ സെയിം ബെൽജാർ, ആ ബെൽജാറിനകത്ത് ഒരു ക്യാൻഡിൽ കത്തിച്ചു വെച്ചു, മൈസിനെയും വെച്ചു, അതേപോലെ തന്നെ അതിനകത്തൊരു പോട്ടഡ് പ്ലാന്റും വെച്ചു. ഈ പോട്ടഡ് പ്ലാന്റ് വെച്ചതുകൊണ്ട് ഈ മൈസും ജീവിച്ചിരുന്നു, അതുപോലെ തന്നെ ക്യാൻഡിൽ അങ്ങനെ തന്നെ കത്തി നിന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ക്യാൻഡിലും മൈസും കൂടി ചീത്തയാക്കുന്ന എയറിനെ വീണ്ടും പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട് ഈ പ്ലാന്റ്സ് അതിനകത്ത് ഗ്രോ ചെയ്യുമ്പോൾ. അതായത് ബേണിംഗ് ക്യാൻഡിൽ ആൻഡ് ബ്രീത്തിങ് ആനിമൽ വാട്ട് എവർ ഗ്യാസ് ഇറ്റ് ഈസ് റിമൂവിങ് ദാറ്റ് ക്യാൻ ബി റീസ്റ്റോർഡ് ബൈ ദ പ്ലാന്റ് വെൻ ഇറ്റ് ഈസ് ഗ്രോയിങ് ഇൻസൈഡ് ദിസ്. എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഓക്സിജനാണ് ക്യാൻഡിൽ ബേൺ ചെയ്യാനും അതുപോലെ മൈസിന് ശ്വസിക്കാനും വേണ്ടത്. എന്ന് പറഞ്ഞാൽ പോട്ടഡ് പ്ലാന്റിൽ നിന്ന് ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ടെന്ന് ആണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഡിസ്കവർ ചെയ്തത് 1774 ഓക്സിജൻ ഡിസ്കവർ ചെയ്ത് ജോസഫ് പ്രീസ്ലി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ് കേട്ടോ. അദ്ദേഹമാണ് ഈ ബെൽജാർ എക്സ്പെരിമെന്റ് ചെയ്തത്. ഇനി അത് കഴിഞ്ഞിട്ട് ജാൻ ഇഞ്ചൻഹോസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ സെയിം എക്സ്പെരിമെന്റ് ഡാർക്ക് കണ്ടീഷനിൽ വെച്ച് ചെയ്തു. ഡാർക്ക് കണ്ടീഷനിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഈ പറയുന്ന ക്യാൻഡിൽ കെട്ടും പോയി, അതുപോലെ മൈസ് ചത്തും പോയി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഓക്സിജൻ റിലീസ് ചെയ്യുള്ളൂ, അതായത് ഫോട്ടോസിന്തസിസ് നടക്കുകയുള്ളൂ എന്ന് ജാൻ ഇഞ്ചൻഹോസ് കണ്ടുപിടിച്ചു. ജാൻ ഇഞ്ചൻഹോസ് സെഡ് സൺലൈറ്റ് ഈസ് റിക്വയർഡ് ടു പ്ലാന്റ്സ് ടു പ്യൂരിഫൈ ദ എയർ ഫൗൾഡ് ബൈ ബേണിംഗ് ക്യാൻഡിൽ ഓർ ബ്രീത്തിങ് ആനിമൽ. ഓക്കെ, അത് കണ്ടുപിടിച്ച് ജാൻ ഇഞ്ചൻഹോസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് കേട്ടോ. അതേപോലെ അദ്ദേഹം കണ്ടുപിടിച്ച് അക്വാറ്റിക് പ്ലാന്റ്സിൽ ഹി ഷോഡ് ബ്രൈറ്റ് സൺലൈറ്റ് കാണിച്ച് അവിടെ സ്മോൾ ബബിൾസ്, അതായത് ഗ്രീൻ പാർട്സിന്റെ ചുറ്റും മാത്രം സ്മോൾ ബബിൾസ് ഉണ്ടാകുന്ന കണ്ടുപിടിച്ചു. എന്ന് പറഞ്ഞാൽ സ്മോൾ ബബിൾസ് റിലീസിങ് ഓക്സിജൻ ആണ്. എന്ന് പറഞ്ഞാൽ ഓക്സിജൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൺലൈറ്റ് മാത്രം പോരാ, ക്ലോറോഫില്ലും കൂടെ വേണം. അതായത് ഗ്രീൻ കളറുള്ളിടത്ത് മാത്രമാണ് ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് കണ്ടുപിടിച്ചതും ജാൻ ഇഞ്ചൻഹോസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് കേട്ടോ. അതേപോലെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ചെയ്ത ആളാണ് ജൂലിയസ് വോൺസാഷ് എന്ന് പറയുന്നത്. ജൂലിയസ് വോൺസാഷ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ പ്ലാന്റ്സിനകത്ത് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണെന്നും ക്ലോറോഫിൽ ഇരിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ്, അതുകൊണ്ടാണ് ഫോട്ടോസിന്തസിസ് അവിടെ നടക്കുന്നതെന്നും ഫോട്ടോസിന്തസിസിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഗ്ലൂക്കോസ് ആണെന്നും ഗ്ലൂക്കോസ് സ്റ്റാർച്ചിന്റെ ഫോമിലാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതെന്നും കണ്ടുപിടിച്ചത് ഈ പറയുന്ന ജൂലിയസ് വോൺസാഷ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. TW ഏഞ്ചൽമാൻ ചെയ്ത ഒരു എക്സ്പെരിമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം നമ്മുടെ വിസിബിൾ ലൈറ്റ് ഉണ്ടല്ലോ, വിസിബിൾ സ്പെക്ട്രം ഓഫ് ലൈറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് 7 തരത്തിലുള്ള കളേഴ്സ് ഉണ്ട്, 7 കളറുള്ള ലൈറ്റുകളുണ്ട്. ഏതാണ്, വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലേ. അപ്പോൾ ഈ എല്ലാ കളർ ലൈറ്റിൽ ഏത് കളറിലാണ് ഫോട്ടോസിന്തസിസ് ആക്റ്റീവായിട്ട് നടക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം യൂസ് ചെയ്ത ഒരു ഓർഗാനിസാണ് ക്ലാഡോഫോറ. ക്ലാഡോഫോറ എന്ന് പറയുന്നത് ഒരു യൂണിസെല്ലുലാർ ആൽഗ. ഈ ക്ലാഡോഫോറ അദ്ദേഹം അക്വാറ്റിക് ഹാബിറ്റ
ഹാബിറ്റാറ്റിൽ വളർത്തി. അതിൻ്റെ ഒപ്പം തന്നെ ക്ലാഡോഫോറയ്ക്ക് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ലൈറ്റ് സ്പെക്ട്രത്തിന് എക്സ്പോസ് ചെയ്തു. അതായത് അദ്ദേഹം he used a prism and split the light into spectral components and then illuminate a green algae as cladophora. അപ്പോൾ അദ്ദേഹം കണ്ടത് എന്താണെന്ന് വെച്ചാൽ റെഡ് റീജിയനിലും ബ്ലൂ റീജിയനിലും ഈ പറയുന്ന എയർ ബബിൾസ് ഉണ്ടാകുന്നതും, അതേപോലെ ആ ക്ലാഡോഫോറയുടെ ഒപ്പം കുറച്ച് എയറോബിക് ഓർഗാനിസത്തിനെ അദ്ദേഹം ഇട്ടുകൊടുത്തപ്പോൾ, എയറോബിക് ബാക്ടീരിയനെ ഇട്ടുകൊടുത്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആ ബ്ലൂ കളർ ലൈറ്റിലും റെഡ് കളർ ലൈറ്റിൻ്റെ പ്രസൻസ് എവിടെയാണോ ഉള്ളത് അവിടെ ഈ എയറോബിക് ബാക്ടീരിയ അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് റെഡ് കളർ ലൈറ്റും ബ്ലൂ കളർ ലൈറ്റുമാണ് ഈ ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതേപോലെ അദ്ദേഹം പറഞ്ഞു ക്ലോറോഫിൽ എയും ബിയും ആണ് റെഡ് കളർ ലൈറ്റും ബ്ലൂ കളർ ലൈറ്റും അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ട് റഫ്ലി അബ്സോർപ്ഷൻ സ്പെക്ട്രം ക്ലോറോഫിൽ എയും ബിയും ആണ് മേജറായിട്ട് അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ഓക്കെ, ഏകദേശം മിഡിൽ 19th സെഞ്ചുറി 1850s ഒക്കെ ആയപ്പോഴത്തേക്കും ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്തിട്ട് ലൈറ്റിൻ്റെ പ്രസൻസിൽ CH2O എന്നുള്ള മോളിക്യൂളും ഓക്സിജൻ ഇവോൾവ് ചെയ്യുകയെന്ന് കണ്ടുപിടിച്ചു. ഇവിടെ CH2O റെപ്രസെൻ്റ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റിനെയാണ് കേട്ടോ, അതായത് ഗ്ലൂക്കോസ് മോളിക്യൂൾ 6 കാർബൺ ഷുഗറിനെ. ഇതിൻ്റെ അകത്ത് മൈൽ സ്റ്റോൺ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മൈക്രോബയോളജിസ്റ്റായ കൊർണേലിയസ് വാനിൽ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. 1897 ജനിച്ച അദ്ദേഹം 1985 വരെ ജീവിച്ചിരുന്നു. അദ്ദേഹം പർപ്പിൾ ഗ്രീൻ സൾഫർ ബാക്ടീരിയയിൽ പർപ്പിൾ ആൻഡ് ഗ്രീൻ ബാക്ടീരിയയിൽ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ നിന്നാണ് അദ്ദേഹം ഇത് പ്രൂവ് ചെയ്തത്. അതായത് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് എടുക്കുന്ന മോളിക്യൂൾസ് ഒരു മോളിക്യൂള് ഓക്സിഡൈസ് ചെയ്യാൻ റെഡി ആവണം. ആ ഓക്സിഡൈസ് ചെയ്യാൻ റെഡി ആവുന്ന മോളിക്യൂളാണ് ഒരു ഗ്യാസിനെ പുറത്ത് വിടുന്നത്. അതായത് 2H2A if it is ready to oxidize and that will cause the reduction of carbon dioxide. അത് ഓക്സിഡൈസ് ചെയ്ത ഹൈഡ്രജൻ ആറ്റത്തിന് കാർബൺ ഡൈ ഓക്സൈഡിന് കൊടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കോമ്പൗണ്ട് അതാണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് പുറത്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രീൻ പ്ലാന്റ്സിൽ വാട്ടർ മോളിക്യൂൾ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓക്സിഡൈസിങ് ദ കാർബൺ ഡൈ ഓക്സൈഡ്. സോ വാട്ടർ മോളിക്യൂൾ വെയർ ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ഫോർ റിഡക്ഷൻ ആൻഡ് ഓക്സിജൻ വിൽ ബി റിലീസ്ഡ് ഔട്ട്. അതേപോലെ തന്നെ ഗ്രീൻ സൾഫർ ബാക്ടീരിയയിൽ ഓക്സിജന്റെ എലിമിനേഷൻ നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ നമുക്ക് സൾഫറിന്റെ എലിമിനേഷൻ കാണാൻ കഴിയും. അതിൽ നിന്ന് പ്രൂവ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഓക്സിജൻ റെഡ്യൂസിങ് കോമ്പൗണ്ടിൽ നിന്നാണ് ഇവോൾവ് ചെയ്യുന്നത്, അല്ലാതെ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നല്ല എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. പക്ഷേ അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത സയന്റിസ്റ്റ് 1941 റൂബൻ കാമൻ ഹാസിഡ് എന്ന് പറയുന്ന 3 സയന്റിസ്റ്റാണ് ഓക്സിജന്റെ ഐസോട്ടോപ്പ് വെച്ചിട്ടാണ് അത് പ്രൂവ് ചെയ്തത്. അതായത് 18 മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഓക്സിജനെ വെച്ചിട്ട് അവർ വാട്ടറിലെ ഓക്സിജനെ 18 മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഹെവി ഐസോട്ടോപ്പ് ഓഫ് ഓക്സിജൻ യൂസ് ചെയ്തു. എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് റിലീസ് ചെയ്ത ഓക്സിജൻ എല്ലാം ഹെവി മോളിക്കുലാർ വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ ഹെവി ഐസോട്ടോപ്പ് ആയിട്ടുള്ള ഓക്സിജൻ ആയിരുന്നു. അതിൽ നിന്ന് ഇത് ക്ലിയർ ആയി വാട്ടർ മോളിക്യൂളിൽ തന്നെയാണ് ഓക്സിജന്റെ എലിമിനേഷൻ എന്ന് അത് അവർക്ക് ക്ലിയർ ആയി. ഓക്കെ, ഇനി ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്ന അതിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ 6 കാർബൺ ഡൈ ഓക്സൈഡ് 12 മോളിക്യൂൾസ് ഓഫ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് C6H12O6ഉം 6 വാട്ടർ മോളിക്യൂളും 6 ഓക്സിജൻ മോളിക്യൂളുമാണ് ഇതിനകത്ത് ഇവോൾവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഫോർമുല ഓഫ് ദിസ് ഫോട്ടോസിന്തസിസ്. ഈ ഫോർമുല ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 6 കാർബൺ ഡൈ ഓക്സൈഡും 12 H2O ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് C6H12O6 വിൽ ബി പ്രൊഡ്യൂസ് പ്ലസ് 6 H2O പ്ലസ് 6 O2 എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി ഫോട്ടോസിന്തസിസ് എവിടെയാണ് നടക്കുന്നത്? ഇത്രയാണ് എക്സ്പെരിമെന്റൽ പ്രൂഫ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇതാണ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ അത്രയും ഒരു പോർഷൻ പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് ഈ ഇൻട്രൊഡക്ഷൻ പോർഷൻ. ഇനി നമ്മൾ എവിടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നതെന്ന് നോക്കാം. ഗ്രീൻ ലീഫിന്റെ ഉള്ളിലാണ് ഫോട്ടോസിന്തസിസ് സാധാരണയായിട്ട് നടക്കുന്നത്. ഗ്രീൻ ലീഫിന്റെ ഉള്ളിൽ മീസോഫിൽ സെൽസിൽ കാണുന്ന ഒരു സെൽ ഓർഗനലാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ എന്തിരിക്കുന്നുണ്ട്? ഈ ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം. ക്ലോറോപ്ലാസ്റ്റ് ഒരു ഡബിൾ മെംബ്രെയിനിയസ് സ്ട്രക്ചർ ആണ്. അതിന്റെ ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ, അതിന്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് ഒരു ലിക്വിഡ് പോർഷനും കാണാം, ഒരു മെംബ്രെയിനിയസ് പോർഷനും കാണാം. ലിക്വിഡ് പോർഷൻ നമ്മൾ സ്ട്രോമ എന്ന് പറയും. മെംബ്രെയിനിയസ് പോർഷന് തൈലക്കോയിഡ് മെംബ്രെയിൻ എന്നാണ് പറയുക. ഈ തൈലക്കോയിഡ് മെംബ്രെയിൻസ് ഒരു സ്റ്റാക്ക് ഓഫ് കോയിൻ പോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് കോയിൻ ഒന്നിന്റെ മേലെ ഒന്നായിട്ട് അടുക്കി വെച്ച പോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
വന്നിട്ടില്ലേ, അങ്ങനെ അടുക്കി വെച്ചേക്കുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാന എന്ന്. ഈ ഗ്രാനയുടെ ഏറ്റവും പുറത്തേക്ക് കാണുന്ന ഭാഗം, അതായത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഭാഗത്തിന് നമ്മൾ നോൺ എപ്രസ്ഡ് റീജിയൻ ഓഫ് ഗ്രാന എന്ന് പറയും. ഇതിന്റെ ഉള്ളിലേക്ക് കാണുന്ന ഭാഗത്തിന് അപ്രസ്ഡ് റീജിയൻ ഓഫ് ഗ്രാന എന്നാണ് പറയാം. അതുപോലെ രണ്ട് ഗ്രാനാസിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു മെംബ്രെയിൻ ഉണ്ട്, ഇതിന് നമ്മൾ സ്ട്രോമ ലെമല്ല എന്നാണ് പറയുക. സ്ട്രോമ ലെമല്ലയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് ഫ്രെറ്റ് മെംബ്രെയിൻ. പിന്നെ ഇതിനകത്ത് കാണുന്നത് സ്ട്രോമ ഫ്ലൂയിഡ് റീജിയൻ ആണ്. റൈബോസോംസ് ഉണ്ട്, സ്റ്റാർച്ച് ഗ്രാനുൾസ് ഉണ്ട്, ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്ന ബാക്കി ഭാഗങ്ങളൊക്കെ കേട്ടോ. ഇനി ഈ തൈലക്കോയിഡ് മെംബ്രെയിൻ ഗ്രാനയായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതിൽ രണ്ട് തരത്തിൽ ക്വാണ്ടസോംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസിസ്റ്റം 1ഉം 2ഉം ഉണ്ടാവും. പക്ഷെ സ്ട്രോമ ലെമല്ല എന്ന് പറയുന്ന ഫ്രെറ്റ് മെംബ്രെയിൻ, രണ്ട് ഗ്രാനാസ് തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന ആ റീജിയനിൽ ഫോട്ടോസിസ്റ്റം 1 മാത്രമേ ഉണ്ടാവുള്ളൂ ക്വാണ്ടസോം ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇനി എന്താണ് ഈ മെംബ്രേനിയസ് പോർഷന്റെ അതുപോലെ തന്നെ ഫ്ലൂയിഡ് പോർഷന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ, മെംബ്രേനിയസ് പോർഷനിൽ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നതാണ്. ലൈറ്റ് റിയാക്ഷൻ ഇൻ ദ സെൻസ് ദാറ്റ് വിൽ അബ്സോർബ് ദ സൺലൈറ്റ് ആൻഡ് കൺവേർട്ട് ദ സൺലൈറ്റ് ഇൻ ദ ഫോം of chemical energy, ATP molecule and NADPH. ഇനി ഡാർക്ക് റിയാക്ഷൻ ആണ് സ്ട്രോമ റീജിയനിൽ നടക്കുന്നത്. സ്ട്രോമ റീജിയൻ എന്ന് പറയുന്നത് അതിന്റെ ലിക്വിഡ് പോർഷൻ ആണ്. ഈ സ്ട്രോമ റീജിയനിലാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫിക്സേഷൻ നടക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾ ഉണ്ടാവുന്നതൊക്കെ സ്ട്രോമ റീജിയനിലാണ്. അതുകൊണ്ട് തന്നെ തൈലക്കോയിഡ് മെംബ്രെയിനിൽ അല്ലെങ്കിൽ സ്ട്രോമ ലെമല്ല റീജിയനിൽ ഉണ്ടാകുന്ന ATPയും NADPH ഒക്കെ യൂസ് ചെയ്യുന്നത് സ്ട്രോമ റീജിയനിൽ ഡാർക്ക് റിയാക്ഷന് വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ്. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്ന കാർബൺ റിഡക്ഷൻ റിയാക്ഷൻ ആണ്. ഡാർക്ക് റിയാക്ഷൻ ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി, അതായത് കാർബൺ ഫിക്സേഷനും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി കമ്പൈൻ ചെയ്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകുന്ന ആ പ്രോസസ്സൊക്കെ ലൈറ്റിന്റെ പ്രസൻസിൽ നടക്കുന്നതല്ല. പക്ഷെ എന്നാലും അതിന് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അത് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ലൈറ്റ് റിയാക്ഷൻ ഉണ്ടാകുന്ന ATPയും NADPHയും യൂസ് ചെയ്താൽ മാത്രമാണ് അവിടെ ഡാർക്ക് റിയാക്ഷൻ നടക്കുള്ളൂ. എനർജി വേണം അവർക്ക്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് സേയിങ് ആസ് ഡാർക്ക് റിയാക്ഷൻ ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി യൂസിങ് ദ സൺലൈറ്റ്. പക്ഷെ ഒരുപാട് സമയം ഡാർക്കിൽ എക്സ്പോസ് ആയിട്ടുള്ള ഒരു ലീഫിനകത്ത് ഡാർക്ക് റിയാക്ഷൻ നടക്കില്ല. കാരണം എന്താ, അവരെ ATPയും NADPH ഒന്നും ഒരുപാട് നേരം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ATPയും NADPHയും ഫോം ചെയ്യുന്ന ലൈറ്റിന്റെ പ്രസൻസിൽ ഫോം ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുക. ATPയും NADPHയും തീരുന്നത് വരെ ഡാർക്ക് റിയാക്ഷൻ നടക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഡാർക്ക് റിയാക്ഷൻ സ്റ്റോപ്പ് ആയിപ്പോൾ ഈവൻ ദോ വി ആർ സെയിങ് ദ ഡാർക്ക് റിയാക്ഷൻ ഫോർ ദ എൻസൈമാറ്റിക് റിയാക്ഷൻ. എൻസൈമാറ്റിക് റിയാക്ഷൻ കംപ്ലീറ്റ് ഡാർക്കിലൊന്നല്ല നടക്കുന്നത്. ഓക്കെ, നൗ if we see how many types of pigments are involved in photosynthesis. ഫോട്ടോസിന്തസിസിൽ ഏതൊക്കെ തരത്തിലുള്ള പിഗ്മെന്റ്സ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇല എടുത്ത് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിനെ പേപ്പർ ക്രോമാറ്റോഗ്രാഫി വഴി സെപ്പറേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കളർ പിഗ്മെന്റ്സ് ഒക്കെ സെപ്പറേറ്റ് ആയി കിട്ടും. മേജർലി സെപ്പറേറ്റ് ആയി കിട്ടിയ 4 പിഗ്മെന്റ് ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും കരോട്ടിനോയിഡ് പിഗ്മെന്റും സാന്തോഫിൽ പിഗ്മെന്റുമാണ്. ക്ലോറോഫിൽ എയുടെ കളർ ബ്രൈറ്റ് ഓർ ബ്ലൂ ഗ്രീൻ കളറാണ് ഈ ക്ലോറോഫിൽ എയുടെ കളർ. ക്ലോറോഫിൽ ബിയുടെ കളർ യെല്ലോ ഗ്രീൻ കളറാണ്. സാന്തോഫിൽ പിഗ്മെന്റിന്റെ കളർ വന്നിട്ട് യെല്ലോ പിഗ്മെന്റ് ആണ്. കരോട്ടിനോയിഡ് പിഗ്മെന്റിന്റെ കളർ യെല്ലോ ടു യെല്ലോ ഓറഞ്ച് പിഗ്മെന്റ് ആണ്. ഇനി നമ്മൾ ഈ ആക്ഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രവും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിഗ്മെന്റ്സ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് ഇൻ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. നമുക്ക് ഈ പല കളേഴ്സിലുള്ള ലൈറ്റ് എന്ന് പറയുമ്പോൾ അത് ഓരോ ലൈറ്റിനും ഓരോ വേവ് ലെങ്ത് ആണ് അല്ലേ. വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റിന് എനർജി കൂടുതലായിരിക്കും, വേവ് ലെങ്ത് കൂടിയ ലൈറ്റിന് എനർജി കുറവായിരിക്കും. ഓക്കെ, സോ ഹിയർ വേവ് ലെങ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂ റീജിയനിലൊക്കെ 400 നാനോമീറ്റർ ആയിരിക്കും അതിൻ്റെ വേവ് ലെങ്ത്. റെഡ് റീജിയനിൽ അതിന്റെ വേവ് ലെങ്ത് 700 നാനോമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തേക്കുന്നത് വയലറ്റ് ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് എന്ന സ്പ്ലിറ്റ് ആക്കി ഇവിടെ കൊടുത്തേക്കുന്ന വയലറ്റ് ബ്ലൂ റീജിയൻ ഒക്കെ 400 നാനോമീറ്റർ ആ ഒരു റേഞ്ചിൽ വരുന്നതായിരിക്കും. 400 നാനോമീറ്ററിന് കുറച്ച് മേലെ വരുന്നതായിരിക്കും. അതേപോലെ 600നും 700നും ഇടയ്ക്കൊക്കെയാണ് ഈ പറയുന്ന റെഡ് റീജിയൻ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ കളർ പിഗ്മെന്റ്സും അബ്സോർബ് ചെയ്യുന്ന എത്രമാത്രം നാനോമീറ്ററിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്ലോറോഫിൽ എ ഇറ്റ് ഈസ് അബ്സോർബിങ് ദ മാക്സിമം ലൈറ്റ് ഇൻ ദ ബ്ലൂ ആൻഡ് റെഡ് റീജിയൻ നമുക്ക് കാണാൻ പറ്റും. ക്ലോറോഫിൽ ബിയും അങ്ങനെ തന്നെയാണ്, ബ്ലൂ ആൻഡ് റെഡ് റീജിയനിലാണ് മാക്സിമം അബ്സോർപ്ഷൻ ചെയ്യുന്നത്.
ഇനി കരോട്ടിനോയിഡ് പിഗ്മെന്റ് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരോട്ടിനോയിഡ് പിഗ്മെന്റ് സാധാരണ യെല്ലോ കളർ ആ ഒരു റീജിയനിലേക്കാണ് അബ്സോർപ്ഷൻ കൂടുതൽ ഉണ്ടാവുക. അതായത് കുറച്ചും കൂടി ആ ഗ്രീൻ കളറിന്റെ അടുത്ത് യെല്ലോ കളറിന്റെ ആ റീജിയനിലേക്ക് ഒക്കെ ആയിരിക്കും അതിന്റെ അബ്സോർപ്ഷൻ കൂടുതൽ കാണിക്കുക. ഇനി ഈ ഓരോ കളർ പിഗ്മെന്റും ഓരോ വേവ് ലെങ്ത് ലൈറ്റിലാണ് അബ്സോർപ്ഷൻ കാണിക്കുക. ക്ലോറോഫിൽ എയും ബിയും ഏകദേശം ഒരേ ഇതിലാണ് അബ്സോർപ്ഷൻ കാണിക്കുക. അതനുസരിച്ച് അവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അബ്സോർബൻസ് ഓഫ് ലൈറ്റ് ബൈ ക്ലോറോപ്ലാസ്റ്റ് പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് ഗ്രാഫ് നിങ്ങൾ നോക്കിക്കേ, ക്ലോറോഫിൽ എ ബ്ലൂ കളറിലും ബി ഗ്രീൻ കളറിലും കരോട്ടിനോയിഡ് പിഗ്മെന്റ് യെല്ലോ കളറിലുമാണ് അവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കിയാൽ അടുത്തത് ഒരു ആക്ഷൻ സ്പെക്ട്രാണ് വരച്ചു വെച്ചിട്ടുള്ളത്. ആക്ഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇറ്റ് ഈസ് മെഷേർഡ് ബൈ ഓക്സിജൻ റിലീസ്. ഓക്സിജൻ ഒരു ഫോട്ടോൺ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എത്ര ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ടെന്ന് അനുസരിച്ചാണ് കേട്ടോ ഫോട്ടോസിന്തസിസ് മെഷർ ചെയ്യുന്നത്. ഞാനത് പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് ഇതൊന്ന് നോക്കാം. ഈ ആക്ഷൻ സ്പെക്ട്രം അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിന് നേരെ മേലെ വരച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ഷൻ സ്പെക്ട്രത്തിൽ എവിടെയൊക്കെ ക്ലോറോഫിൽ എ മോളിക്യൂൾ ഇരിക്കുന്നുണ്ടോ അവിടെയൊക്കെയാണ് ആക്ഷൻ സ്പെക്ട്രം ഏറ്റവും പീക്ക് വാല്യൂ കാണിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ക്ലോറോഫിൽ എ ആണ് ഇവിടുത്തെ പ്രൈമറി പിഗ്മെന്റ് എന്ന് പറയുന്നത്. പ്രൈമറി പിഗ്മെന്റ് ക്ലോറോഫിൽ എ ആണ്. ക്ലോറോഫിൽ ബിയും കരോട്ടിനോയിഡും സാന്തോഫിലും ഒക്കെ ആക്സസറി പിഗ്മെന്റാണ്. അവര് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഒരു റെസൊണൻസ് ട്രാൻസ്ഫർ വഴി എനർജി വിൽ ബി ട്രാൻസ്ഫേർഡ് ത്രൂ ദ റെസൊണൻസ് ട്രാൻസ്ഫർ വഴി റിയാക്ഷൻ സെന്ററിലേക്ക് അല്ലെങ്കിൽ ക്ലോറോഫിൽ എക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്യുക. ക്ലോറോഫിൽ എയുടെ ഫോർമുല വന്നിട്ട് C55H72O5N4Mg ആണ് കേട്ടോ. Mg മഗ്നീഷ്യം. ഓക്കെ, ദെൻ ക്ലോറോഫിൽ ബിയുടെ ഫോർമുല വന്നിട്ട് C55H70O6N4Mg ആണ്. ഇനി ഇതിനകത്തുള്ള എല്ലാ കളർ പിഗ്മെന്റ്സിനെയും വെച്ചിട്ട് ക്ലോറോഫിൽ ബി മോളിക്യൂളിനാണ് ഏറ്റവും കൂടുതൽ മോളിക്കുലാർ വെയിറ്റ് ഉള്ളത്. ക്ലോറോഫിൽ ബി മോളിക്യൂളിനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അബ്സോർപ്ഷൻ സ്പെക്ട്രവും ആക്ഷൻ സ്പെക്ട്രവും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എവിടെയാണ്? ക്ലോറോഫിൽ എ മോളിക്യൂളിന്റെ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിന്റെ നേരെ മുകളിലായിട്ടാണ്. അതേപോലെ എത്രമാത്രം ലൈറ്റ് ഓരോ പിഗ്മെന്റും അബ്സോർബ് ചെയ്യുന്നുണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെക്ട്രോഫോട്ടോമീറ്റർ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് വെച്ചിട്ടാണ് ഈ ഗ്രാഫ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ക്ലോറോഫിൽ എ മോളിക്യൂളിന്റെ ഷേപ്പ് ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഹെഡ് റീജിയൻ ഉണ്ട്. അത് 4 പൈറോൾ റിംഗ് കൊണ്ട് ഉണ്ടാക്കിയ പോർഫൈറിൻ എന്ന് പറയുന്ന ഒരു ഹെഡ് റീജിയൻ ആണ്. അതേപോലെ തന്നെ മഗ്നീഷ്യം സെന്ററിൽ ഹെൽഡ് ചെയ്യുന്നതാണ് ഈ പറയുന്ന പോർഫൈറിൻ റീജിയൻ. അതുപോലെ അതിനൊരു ടെയിൽ റീജിയൻ ഉണ്ട്, അത് ഫൈറ്റോൾ ടെയിൽ കൊണ്ട് ഉണ്ടാക്കിയത്. നമ്മൾ മിനറൽ ന്യൂട്രീഷൻ പറഞ്ഞപ്പോൾ മഗ്നീഷ്യത്തിന്റെ യൂസേജ് വന്നിട്ട് ക്ലോറോഫിലിന്റെ ഫോർമേഷന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞില്ലേ. ഓക്കെ, എന്താണ് ഇനി ലൈറ്റ് റിയാക്ഷൻ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പിഗ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ, ആക്ഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രവും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ലൈറ്റ് റിയാക്ഷൻ എങ്ങനെയാണ് പിഗ്മെന്റ്സ് ലൈറ്റ് റിയാക്ഷന് വേണ്ടിയിട്ട് തൈലക്കോയിഡ് മെംബ്രെയിനിൽ അറ്റാച്ച് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. തൈലക്കോയിഡ് മെംബ്രെയിനിൽ ഈ എല്ലാ ഫോട്ടോ പിഗ്മെന്റ്സിനെയും അറേഞ്ച് ചെയ്തേക്കുന്ന ക്വാണ്ടസോം എന്ന രീതിയിലാണ്. ക്വാണ്ടസോം എന്ന് പറയുന്നത് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ആണ്. ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ ഹാർവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഫോട്ടോ പിഗ്മെന്റ്സ് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു കോംപ്ലക്സ് ആണ്. ഈ കോംപ്ലക്സിന് ഒരു റിയാക്ഷൻ സെന്റർ ഉണ്ട്, അതേപോലെ തന്നെ ഒരു ആന്റിന ഉണ്ട്. റിയാക്ഷൻ സെന്ററിൽ ക്ലോറോഫിൽ എ മോളിക്യൂൾ ആയിരിക്കും ഇരിക്കുന്നത്. ആന്റിന റീജിയനിൽ ആക്സസറി പിഗ്മെന്റ്സ് ആയിരിക്കും ഇരിക്കുന്നത്. റിയാക്ഷൻ സെന്ററിൽ എല്ലാ ലൈറ്റും കൂടി വന്ന് പതിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയാക്ഷൻ സെന്റർ ഫോട്ടോ ഓക്സിഡേഷൻ നടക്കും. അതിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സസറി പിഗ്മെന്റ് ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് റെസൊണൻസ് ട്രാൻസ്ഫർ വഴി എനർജീനെ റിയാക്ഷൻ സെന്ററിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഓരോ ക്വാണ്ടസോമിലും അല്ലെങ്കിൽ ഓരോ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിലും 250 to 400 പിഗ്മെന്റ് മോളിക്യൂൾസ് കാണാൻ പറ്റും. ഇനി ഈ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് 2 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ റിയാക്ഷൻ സെന്റർ ഉണ്ടല്ലോ, സെന്ററിലിരിക്കുന്ന ക്ലോറോഫിൽ എ മോളിക്യൂളിൽ കാണുന്ന ഒരു ചെറിയ വേരിയേഷൻ, ഒരു ചെറിയ ചേഞ്ച് കൊണ്ടാണ് നമ്മൾ ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിനെ ഫോട്ടോ സിസ്റ്റം 1 എന്നും ഫോട്ടോ സിസ്റ്റം 2 എന്നും 2ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. ഇത് അതിന്റെ ഡിസ്കവറി അനുസരിച്ച്
വെച്ച് നെയിം ചെയ്തേക്കുന്നതാണ് ഫോട്ടോസിസ്റ്റം 1 എന്നും ഫോട്ടോസിസ്റ്റം 2 എന്നും കേട്ടോ. ഈ ഫോട്ടോസിസ്റ്റംസ് 2 സാധാരണ ലൊക്കേറ്റ് ചെയ്യുന്നത് തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ അപ്രസ്ഡ് റീജിയനിലേക്കാണ്. ഓക്കെ, അതേപോലെ ഫോട്ടോസിസ്റ്റം 1 കാണുന്നത് നോൺ അപ്രസ്ഡ് റീജിയനിലും തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ നോൺ അപ്രസ്ഡ് റീജിയനിലും അതുപോലെ സ്ട്രോമ ലെമല്ല റീജിയനിലുമാണ് ഫോട്ടോസിസ്റ്റം 1 കാണുക. ഇനി ഫോട്ടോസിസ്റ്റം 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഫോട്ടോസിസ്റ്റം 1ൻ്റെ റിയാക്ഷൻ സെൻറ്ററിൽ ഇരിക്കുന്ന ക്ലോറോഫിൽ എ മോളിക്യൂള് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന 700 നാനോമീറ്റർ വേവ് ലെങ്ത് ലൈറ്റിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ P700 എന്നും പറയാറുണ്ട്. ഫോട്ടോസിസ്റ്റം 1 PS1, അതിനെ P700 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഫോട്ടോസിസ്റ്റം 2ൻ്റെ റിയാക്ഷൻ സെൻറ്ററിൽ ഇരിക്കുന്ന ക്ലോറോഫിൽ എ മോളിക്യൂൾ അബ്സോർബ് ചെയ്യുന്നത് 680 നാനോമീറ്റർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ P680 എന്നും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. P680 എന്നും അതിനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തൈലക്കോയിഡ് മെംബ്രെയിനിലും ഉണ്ട്, അതേപോലെ തന്നെ സ്ട്രോമ ലെമല്ല റീജിയനിലും എന്തുണ്ട്, ഈ പറയുന്ന ഫോട്ടോസിസ്റ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസിസ്റ്റം 1ഉം ഫോട്ടോസിസ്റ്റം 2. ഫോട്ടോസിസ്റ്റം 1 വന്നിട്ട് നോൺ അപ്രസ്ഡ് റീജിയൻ ഓഫ് തൈലക്കോയിഡിലും സ്ട്രോമ ലെമല്ലയിലും, ഫോട്ടോസിസ്റ്റം 2 വന്നിട്ട് എപ്രസ്ഡ് റീജിയൻ ഓഫ് തൈലക്കോയിഡ് മെംബ്രെയിനിലായിരിക്കും കാണുക. ഇനി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് നടക്കുക? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുമ്പോൾ ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കും. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോൺ വന്നിട്ട് PS1ലേക്കും PS2ലേക്കും ഹിറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. അതിനെയാണ് ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിന്റെ ഫലമായിട്ടുണ്ടാകുന്ന എനർജി വെച്ചിട്ട് ADP മോളിക്യൂളിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ATP മോളിക്യൂൾ ഉണ്ടാക്കും. അതിനെയാണ് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഈ ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത സയന്റിസ്റ്റ് ഡാനിയൽ അർണോൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റാണ് ഫോട്ടോഫോസ്ഫോറിലേഷൻ കോയിൻ ചെയ്തത്. ഇനി നമുക്ക് ഇത് 2 തരത്തിലുള്ള ഫോട്ടോഫോസ്ഫോറിലേഷൻ കാണാം. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും കാണാം. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ കാണുന്നത് തൈലക്കോയിഡ് മെംബ്രെയിനിലാണ്, അതായത് ഗ്രാന റീജിയനിലാണെങ്കിൽ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ കാണുന്നത് സ്ട്രോമ ലെമല്ല റീജിയനിലാണ്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ കാണുന്നത് സ്ട്രോമ ലെമല്ല റീജിയനിലാണ്. ഇനി നമുക്ക് തൈലക്കോയിഡ് മെംബ്രെയിനിൽ അല്ലെങ്കിൽ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എങ്ങനെയാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫോട്ടോസിസ്റ്റം 2ഉം ഫോട്ടോസിസ്റ്റം 1ഉം രണ്ടും ഉൾപ്പെടുന്നതാണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ കേട്ടോ. അപ്പോൾ ഫോട്ടോസിസ്റ്റം 2 എവിടെയാണ്? എപ്രസ്ഡ് റീജിയനിലാണ്. ഫോട്ടോസിസ്റ്റം 1 എവിടെയാണ്? നോൺ എപ്രസ്ഡ് റീജിയനിലാണ്. ഇതിനകത്ത് രണ്ടിനകത്തേക്കും ലൈറ്റ് വന്ന് പതിക്കും. രണ്ടിനകത്തേക്കും ലൈറ്റ് വന്ന് ഒരേപോലെ പതിക്കും. അപ്പോൾ ഈ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ഫോട്ടോസിസ്റ്റം 1ന്ന് അത് ഒരു ഇലക്ട്രോൺ വന്നിട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടേഴ്സ് വഴി, ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടേഴ്സ് എന്ന് പറയുന്ന ഫിയോഫൈറ്റിനാണ് ഫസ്റ്റ് ഇരിക്കുന്നത്. ഫിയോഫൈറ്റിൻ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രോട്ടോൺ കാരിയർ ആയിരിക്കുന്നത്. ആ പ്രോട്ടോൺ കാരിയർ തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ പുറത്തെ ഭാഗത്തേക്ക് പറഞ്ഞ പോലെ ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. അതിന് നമ്മൾ പ്ലാസ്റ്റോക്യുനോൺ എന്നാ പറയാം. അപ്പോൾ ഇവിടുന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ലൈറ്റ് എനർജി വന്ന് പതിക്കും. ഓരോന്നായിട്ടാണ് പറയുന്നത്. രണ്ടും ഒരേ സമയത്ത് നടക്കുന്ന, പക്ഷെ നമുക്കിതൊരു ഇത് പറഞ്ഞിട്ട് നമുക്കിത് പറയാം. അപ്പോൾ ലൈറ്റ് ഇവിടെ പതിക്കുമ്പോൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ എമിറ്റ് ആവും. ഈ ഇലക്ട്രോണിന് ഭയങ്കര എനർജി ആയിരിക്കും. കാരണം എന്താ? ലൈറ്റ് നല്ല എനർജിയോട് കൂടിയാണ് ഇവിടെ വന്ന് വീഴുന്നത്. ആ നല്ല എനർജിയോട് കൂടി എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ആദ്യം ഫിയോഫൈറ്റിനെ കൂടെ പോകും. ഈ ഫിയോഫൈറ്റിൻ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ്. ആ ഫിയോഫൈറ്റിനിലെ ഇലക്ട്രോൺ ആക്സെപ്റ്ററിൽ ഈ പറയുന്ന ഇലക്ട്രോൺ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പ്ലാസ്റ്റോക്യുനോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടോൺ കാരിയർ തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഈ പ്ലാസ്റ്റോക്യുനോണിനകത്ത് നിറച്ച് പ്രോട്ടോൺസ് ആണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിയോഫൈറ്റിനിൽ വരുന്ന ഇലക്ട്രോണിനെ ഈ പ്രോട്ടോൺസ് അബ്സോർബ് ചെയ്യുന്ന പോലെ, അതായത് വലിച്ചെടുക്കുന്ന പോലെ ആയിരിക്കും. അതായത് ഫിയോഫൈറ്റിനിൽ വരുന്ന ഇലക്ട്രോൺ ആ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ഇരിക്കുന്നിടത്തേക്ക് ഹൈലി അട്രാക്ട് ചെയ്യപ്പെടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഇലക്ട്രോൺ ആ പ്രോട്ടോണിന് പ്ലാസ്റ്റോക്യുനോണിൻ്റെ ഉള്ളിലിരിക്കുന്ന അല്ലെങ്കിൽ പ്രോട്ടോൺ സാക്കിൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രോട്ടോണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹൈഡ്രജൻ ആറ്റമായിട്ട് മാറും. അപ്പോൾ ഈ പ്ലാസ്റ്റോക്യുനോൺ ഒരു പ്രോട്ടോൺ സാക്ക് ആണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ഈ ഹൈഡ്രജൻ ആറ്റത്തിന് പിന്നെ ഇരുത്തില്ല. അതുകൊണ്ട് പ്ലാസ്റ്റോക്യുനോണിന്റെ ഉള്ളിൽ നിന്ന് ആ ഹൈഡ്രജൻ ആറ്റം പുറത്തു വരും. ആ ഹൈഡ്രജൻ ആറ്റത്തിന് എങ്ങനെയാണ്? ഭയങ്കര എനർജിയാണ്. കാരണം എന്താ? ഇവിടുന്ന് പോയ നല്ല എനർജിയുള്ള ഇലക്ട്രോണാണ് H+ കൂടെ കൂടിയിട്ടുള്ളത്. അപ്പോൾ ആ ഹൈഡ്രജൻ ഇവിടുന്ന് നേരെ
താഴത്തേക്ക്, അതായത് ആ ഹൈഡ്രജനിൽ ഒരു ഹൈ എനർജി ഇലക്ട്രോൺ ഇരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അത് നെക്സ്റ്റ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടറിലേക്ക് പാസ് ചെയ്യും. ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ ഇതിവിടെ ഇരുന്ന് ഹൈഡ്രജനെ അട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഹൈഡ്രജനെ പിടിച്ച് വലിക്കുമ്പോൾ എന്താണെന്നറിയോ, ഹൈഡ്രജൻ പാസ് ചെയ്യുന്ന ഹൈ എനർജി ടു ലോവർ എനർജിയിലേക്ക് അത് പാസ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റോക്വിനോണിൽ നിന്ന് നേരെ താഴത്തേക്ക് വലിയ എനർജിയോട് കൂടി വരുന്ന ഹൈഡ്രജൻ പിന്നെ ഫേസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ, അയൺ റിച്ച് ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ സൈറ്റോക്രോം B6F-നെയാണ്. ഈ സൈറ്റോക്രോം B6F വഴി ഇലക്ട്രോണിനെ കടത്തിവിടും. ആ സൈറ്റോക്രോം B6F വഴി ഇലക്ട്രോണിനെ കടത്തിവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് H+ ഇലക്ട്രോൺ മാത്രമാണ് സൈറ്റോക്രോം B6F കൂടെ പോകണുള്ളൂ. H+നെ അത് ഇങ്ങോട്ട് വിടും, തൈലക്കോയിഡ് ലൂമനിലേക്ക് വിടും. അതായത് തൈലക്കോയിഡിന്റെ ഇന്നർ ലൂമൻ സൈഡിലേക്ക് വിടും H+നെ. ആ ഇലക്ട്രോൺ മാത്രം സൈറ്റോക്രോം B6F പോകും. ആ ഇലക്ട്രോൺ ഈ സൈറ്റോക്രോം B6F പോകുമ്പോഴും അതിൻ്റെ അടുത്ത ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടറായ പ്ലാസ്റ്റോസൈനിലേക്ക് പോകുമ്പോഴും ഈ എനർജീനെ ഇങ്ങനെ ലിബറേറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ആ എനർജീനെ ADPക്ക് യൂസ് ചെയ്തിട്ട് ATP ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. കാരണം അവിടെ ATP സിന്തേസ് ആക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് അവിടെ ഒരു ATP മോളിക്യൂൾ ഉണ്ടാവും. ഈ ഇലക്ട്രോൺ അറ്റ് ലാസ്റ്റ് പ്ലാസ്റ്റോസൈനിന്റെ ഉള്ളിൽ നിന്ന് വന്ന് പതിക്കുന്നത് ഫോട്ടോസിസ്റ്റം 1 ആ ഇലക്ട്രോൺ വന്ന് പതിക്കുക. അപ്പോൾ ഫോട്ടോസിസ്റ്റം 2 പോകുന്ന ഇലക്ട്രോൺ ആദ്യം ഫിയോഫൈറ്റ് എന്ന് പറയുന്ന ഇലക്ട്രോൺ ആക്സെപ്റ്ററിലേക്ക് എത്തും. ഇലക്ട്രോൺ ആക്സെപ്റ്ററിൽ നിന്ന് നേരെ അത് പ്ലാസ്റ്റോക്വിനോൺ വലിച്ചെടുക്കും. പ്ലാസ്റ്റോക്വിനോൺ ഒരു പ്രോട്ടോൺ സാക്ക് ആയതുകൊണ്ട് പ്ലാസ്റ്റോക്വിനോണിലുള്ള ഒരു പ്രോട്ടോണുമായിട്ട് ഇത് കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ ആയിട്ട് മാറും. ഈ ഹൈഡ്രജൻ പ്ലാസ്റ്റോക്വിനോണിൽ നിന്ന് പുറത്തു വരുന്ന വഴി അടുത്ത ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ ആയിട്ടുള്ള സൈറ്റോക്രോം B6F അത് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഹൈഡ്രജൻ അതിന്റെ ഹൈ എനർജി ഇലക്ട്രോണുമായിട്ട് വരുമ്പോൾ സൈറ്റോക്രോം B6F ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ മാത്രമായതുകൊണ്ട് അതിനകത്ത് ഇലക്ട്രോണിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് H+നെ പ്രോട്ടോണിനെ ലൂമൻ സൈഡിലേക്ക് വിടും, തൈലക്കോയിഡിന്റെ ലൂമനിലേക്ക് വിടും. അതേപോലെ സൈറ്റോക്രോം B6F-ന്ന് സൈറ്റോക്രോം B6F-ലേക്ക് ഇലക്ട്രോൺ വരുമ്പോൾ തന്നെ എന്താണ്, അത് ഹൈ എനർജിയിൽ നിന്ന് ലോ എനർജിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ സൈറ്റോക്രോം B6F-ന്ന് പ്ലാസ്റ്റോസൈനിലേക്ക് ഇലക്ട്രോൺ പാസ് ചെയ്യും. അപ്പോഴും ഹൈ എനർജിയിൽ നിന്ന് ലോ എനർജിയിലേക്ക് പോവാണ്. അപ്പോൾ ആ എനർജി റിലീസ് ചെയ്യുന്ന ആ എനർജി ADP യൂസ് ചെയ്തിട്ട് ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്താൽ അവിടെ ATP മോളിക്യൂൾ ഉണ്ടാവും. അപ്പോൾ ഒരു ഫോട്ടോൺ വന്ന് പതിക്കുമ്പോൾ ഒരു ATP മോളിക്യൂൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് ആ ഇലക്ട്രോൺ ലാസ്റ്റ് വന്ന് ചേരുന്നത് എവിടെയാണ്, ഫോട്ടോസിസ്റ്റം 1-ലാണ്. ഇനി ഫോട്ടോസിസ്റ്റം 1-ൽ എക്സാക്റ്റ് ആയിട്ട് ആ ഇലക്ട്രോൺ വന്ന് ചേരാനുള്ള കാരണം എന്താണ്? ഫോട്ടോസിസ്റ്റം 2-ലേക്ക് ലൈറ്റ് വന്ന് പതിക്കുന്ന അതേ സമയത്ത് തന്നെ ഫോട്ടോസിസ്റ്റം 1-ലേക്കും ലൈറ്റ് വന്ന് പതിക്കുന്നുണ്ട് അല്ലേ. ഈ ഫോട്ടോസിസ്റ്റം 1-ലേക്ക് ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അവിടെ നിന്നും ഉണ്ട് ഒരു ഇലക്ട്രോണിന്റെ എമിഷൻ. ആ ഇലക്ട്രോൺ എമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആയിട്ടുള്ള ഫെറിഡോക്സിൻ എന്ന് പറയുന്ന കോംപ്ലക്സ് ആണ് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഈ ഫെറിഡോക്സിൻ ഇരിക്കുന്നത് തൈലക്കോയിഡ് മെംബ്രെയിനോട് ചേർന്നാണ്. തൈലക്കോയിഡ് മെംബ്രെയിന്റെ പെരിഫറൽ റീജിയനിൽ വേറൊരു എൻസൈം ഇരിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഫെറിഡോക്സിൻ NADP ഓക്സിഡോ റിഡക്റ്റേസ് എൻസൈം ആണ്. ഫെറിഡോക്സിൻ NADP ഓക്സിഡോ റിഡക്റ്റേസ് എൻസൈം ആണ് ഇരിക്കുന്നത്. അത് തൈലക്കോയിഡിന്റെ റീജിയനിൽ മാത്രം കാണുന്ന, തൈലക്കോയിഡ് മെംബ്രെയിന്റെ ഭാഗത്ത് മാത്രം കാണുന്ന ഒരു എൻസൈം ആണ്. സ്ട്രോമാ ലെമല്ല റീജിയനിൽ ഈ പറയുന്ന ഫെറിഡോക്സിൻ NADP ഓക്സിഡോ റിഡക്റ്റേസ് ഇരിക്കുന്നില്ല കേട്ടോ. അപ്പൊ ഈ ഇലക്ട്രോൺ അങ്ങോട്ട് പാസ് ചെയ്ത് ചെല്ലുമ്പോൾ തന്നെ എന്ത് പറ്റുന്നറിയോ, അതിന്റെ തൈലക്കോയിഡിന്റെ പുറം ഭാഗത്തിരിക്കുന്ന തൈലക്കോയിഡിന്റെ അല്ലെങ്കിൽ സ്ട്രോമാ റീജിയനിലേക്ക് ഇരിക്കുന്ന NADP+നെ ഈ ഇലക്ട്രോൺ വന്നിട്ട് ഒരു ഹൈഡ്രജൻ ഒരു പ്രോട്ടോൺ മോളിക്യൂളുമായിട്ട് ഈ ഇലക്ട്രോൺ കമ്പൈൻ ചെയ്ത് NADPH ആക്കി മാറ്റും. NADP+നെ NADPH ആക്കി മാറ്റും. അങ്ങനെ ഒരു NADPHും അവിടെ സിന്തസൈസ് ചെയ്യും. ആ NADPH സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്തില്ലേ ആര്, ഫോട്ടോസിസ്റ്റം 1. അപ്പോൾ ഫോട്ടോസിസ്റ്റം 1-ൽ നിന്ന് ഒരു ഇലക്ട്രോൺ എമിറ്റ് ചെയ്ത് പോയപ്പോഴാണ് NADPH ഉണ്ടായത്. അപ്പോൾ ആ ഫോട്ടോസിസ്റ്റം 1-ലേക്ക് അവർക്ക് നഷ്ടപ്പെട്ട ഇലക്ട്രോണിനെ ഫോട്ടോസിസ്റ്റം 2 കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ ഫോട്ടോസിസ്റ്റം 2-ൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ഫോട്ടോസിസ്റ്റം 1-ലേക്ക് പോകുന്നതുകൊണ്ട് ഫോട്ടോസിസ്റ്റം 1-ന് ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല അവിടെ. അപ്പോൾ അതിന്റെ ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്, ഫോട്ടോസിസ്റ്റം 2 ആണ് അതിന്റെ ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി
ഈ ഫോട്ടോ സിസ്റ്റം ടൂയിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് എനർജി വരുമ്പോൾ ഓരോരോ ഇലക്ട്രോൺ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ എമിറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, അവിടെ ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി വരികയും അതേപോലെ തന്നെ ഫോട്ടോ സിസ്റ്റം 2 വന്നിട്ട് ഡീഗ്രേഡ് ആയി പോവുകയും ചെയ്യും. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഫോട്ടോ ലൈസിസ് ഓഫ് വാട്ടർ നടക്കുന്ന ഒരു റീജിയൻ അല്ലെങ്കിൽ ഫോട്ടോ ലൈസിങ് കോംപ്ലക്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അതായത് വാട്ടർ ലൈസിങ് കോംപ്ലക്സ്, അതായത് വാട്ടർ മോളിക്യൂളിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന വാട്ടർ ലൈസിങ് കോംപ്ലക്സ് ഇരിക്കുന്ന ഫോട്ടോ സിസ്റ്റം 2വിനോട് അസോസിയേറ്റ് ആയിട്ടാണ്. 2 വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 ഹൈഡ്രജൻ അയോൺസും അതുപോലെ തന്നെ അല്ലെങ്കിൽ 4 പ്രോട്ടോൺസും ഒരു ഓക്സിജനും അതുപോലെ 4 ഇലക്ട്രോൺസും അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ 4 ഇലക്ട്രോൺസ് 4 ഫോട്ടോൺസ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഈ 4 ഇലക്ട്രോൺസ് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനോട് അസോസിയേറ്റ് ആയിട്ട് കാണുന്ന വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സിൽ നിന്ന് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്ന 4H+ഉം 4 ഇലക്ട്രോണും ഓക്സിജനുമാണ്. അതിനകത്ത് 4 ഇലക്ട്രോൺ വന്നിട്ട് ഇവിടെ ഫോട്ടോ സിസ്റ്റം 2ൽ അതിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് യൂസ് ചെയ്ത് പോകും. ഓക്സിജൻ ഇവോൾവ് ചെയ്ത് പുറത്തേക്കും പോകും. H+ എന്ത് ചെയ്യും, അവിടെ അക്യുമുലേറ്റ് ചെയ്യും. ഈ H+ അക്യുമുലേറ്റ് ചെയ്യുന്ന എവിടെയാണ്, അപ്രസ്ഡ് റീജിയൻ ഓഫ് ദി തൈലക്കോയിഡ് എന്ന് പറയുന്ന ലൂമൻ സൈഡ് ഓഫ് ദി തൈലക്കോയിഡ് ആണ്. ലൂമനിൽ അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ലൂമനിൽ H+ ഫോട്ടോ സിസ്റ്റം 2ൽ നിന്ന് ഇലക്ട്രോൺ പോയപ്പോൾ പ്ലാസ്റ്റോക്വിനോണിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പ്രോട്ടോണിൻ്റെ പ്ലാസ്റ്റോക്വിനോണിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഹൈഡ്രജൻ്റെ പ്രോട്ടോണും അതുപോലെ തന്നെ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സിൽ നിന്ന് പുറത്തു വരുന്ന പ്രോട്ടോൺസും ഒക്കെ എവിടെ ഉണ്ടാവും, ലൂമൻ ഓഫ് തൈലക്കോയിഡിൽ കാണാം കേട്ടോ. ഇനി ഈ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സിൽ അസോസിയേറ്റ് ചെയ്യുന്ന കുറേ മിനറൽസ് ഉണ്ട്. ദാറ്റ് ഈസ് ക്ലോറൈഡ് അയോൺ, മാംഗനീസ് ആൻഡ് കാൽഷ്യം അയോൺ. ഓക്കെ, ക്ലോറൈഡ് അയോണും മാംഗനീസും ആണ് സാധാരണ ചോദിക്കാറുള്ളത്, ഓർത്തിരുന്നോളാം. ഓക്കെ, നൗ ഇതിനകത്ത് ഒരു അഡീഷണൽ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. നോൺ സൈക്ലിക് ട്രാൻസ്പോർട്ട് ഫ്രം PS2 ടു PS1 അത് ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെർബിസൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഡൈക്ലോറോഫിനൈൽ ഡൈമീഥൈൽ യൂറിയ ആണ് കേട്ടോ, DCMU. ഓക്കെ, അതായത് നോൺ സൈക്ലിക് ട്രാൻസ്പോർട്ട് ഫ്രം PS2 ടു PS1 ക്യാൻ ബി, അതായത് ഫോട്ടോസിന്തസിസ് ക്യാൻ ബി ഇൻഹിബിറ്റഡ് ഇൻ സർട്ടൻ പ്ലാന്റ്സ് ബൈ യൂസിങ് DCMU, ദാറ്റ് ഈസ് ഡൈക്ലോറോഫിനൈൽ ഡൈമീഥൈൽ യൂറിയ ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ കാണാം, പക്ഷെ അതിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോൺ വന്ന് പതിക്കുമ്പോൾ എത്ര ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നുണ്ട് എന്നനുസരിച്ചാണ്. അതായത് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് മെഷേർഡ് ആസ് നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ പ്രൊഡ്യൂസ്ഡ് പെർ ക്വാണ്ടം ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ്. അതായത് ഒരു 8 ഫോട്ടോൺസ് പതിക്കുമ്പോഴാണ് ഒരു ഓക്സിജൻ മോളിക്യൂൾ ഇവോൾവ് ആവുള്ളൂ. 8 ഫോട്ടോൺസ് പതിക്കുമ്പോഴാണ് ഒരു ഓക്സിജൻ മോളിക്യൂൾ ഇവോൾവ് ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസിന്തറ്റിക് റേറ്റ് എന്ന് പറയുന്നത് 1/8 ആണ്. 12.5% ആണ് ഒരു ക്വാണ്ടം ഈൽഡ് എന്ന് പറയുന്നത്. ഒരു ഫോട്ടോൺ വന്ന് പതിക്കുമ്പോൾ 8 ഓക്സിജൻ മാത്രമാണ് ഇവോൾവ് ചെയ്യുക. അപ്പോൾ ഒരു ഓക്സിജൻ ഇവോൾവ് ചെയ്യാൻ വേണ്ടി 8 ഫോട്ടോൺസ് പതിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഫോട്ടോസിന്തറ്റിക് റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് റിക്വയർഡ് ടു റിലീസ് 1 മോളിക്യൂൾ ഓഫ് ഓക്സിജൻ 8 മോളിക്യൂൾ ആയതുകൊണ്ട് 12.5% photosynthesis will be occurred in the presence of 1 photon. ഒരു ഫോട്ടോൺ ഹിറ്റ് ചെയ്യുമ്പോൾ 12.5% ഫോട്ടോസിന്തസിസേ നടക്കുന്നുള്ളൂ. ഓക്കെ, അത് ഓർത്തിരുന്നോളാം കേട്ടോ. അതിനെയാണ് ക്വാണ്ടം ഈൽഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫോട്ടോൺ വന്ന് പതിക്കുമ്പോൾ 8 ഓക്സിജൻ മാത്രമേ ഇവോൾവ് ചെയ്യുള്ളൂ. ഒരു ഓക്സിജൻ ഇവോൾവ് ചെയ്യാൻ 8 ഫോട്ടോൺസ് പതിക്കണം. അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് നത്തിങ് ബട്ട് 1/8, ദാറ്റ് ഈസ് 12.5%. ഓക്കെ, ഇനി നമ്മൾ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്താണെന്ന് നോക്കാം. ഈ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ പറയുന്നതിന് മുമ്പ് അത് എങ്ങനെയാണ് ഏത് കണ്ടീഷനിലാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നത് സ്ട്രോമ ലെമല്ലയിൽ ലൈറ്റ് റിയാക്ഷൻ നടക്കുമ്പോൾ സ്ട്രോമ ലെമല്ലയിൽ ഫോട്ടോ സിസ്റ്റം 1 മാത്രമേ ഉള്ളൂ. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഇസഡ് സ്കീം ഒന്നും കൂടെ പറയും കേട്ടോ. ഇസഡ് സ്കീം എന്ന് പറയാനുള്ള കാരണം എന്താണ്, ഇവിടെ ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ഇസഡ് പോലെയാണ്. അതുകൊണ്ടാണ് ഇസഡ് സ്കീം എന്ന് പറയുന്നത്, ഇസഡ് സ്കീം ഓഫ് ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ PS1 മാത്രമേ ടേക്ക് പാർട്ട് ചെയ്യുന്നുള്ളൂ. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ PS1ഉം PS2ഉം ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ PS1 മാത്രമേ ടേക്ക് പാർട്ട് ചെയ്യുന്നുള്ളൂ. ഒന്നുപോലെ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്ന സ്ട്രോമ ലെമല്ലയിൽ PS1 മാത്രം ഇരിക്കുന്ന റീജിയനിലായിരിക്കാം. അതല്ലെങ്കിൽ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്ന തൈലക്കോയിഡ് മെംബ്രെയിനിൽ നടക്കുന്നത് 700 നാനോമീറ്റർ വേവ് ലെങ്ത് ലൈറ്റിൽ താഴെ വേവ് ലെങ്ത് ലൈറ്റ് കിട്ടാതെ വരുമ്പോൾ, അതായത് 700
നാനോമീറ്റർ വേവ് ലെങ്ത് ലൈറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ തൈലക്കോയിഡ് മെംബ്രെയിനിൽ ഈ പറയുന്ന സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആണ് നടക്കുക. ഇനി സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. സി ഹിയർ ലൈറ്റ് വന്ന് പതിക്കുന്നത് ഈ PS1ലേക്ക് മാത്രമാണ്. PS1ലേക്ക് ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഇലക്ട്രോൺ എമിറ്റ് ആയി പോകും. ഈ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഫെറിഡോക്സിന്റെ അയൺ സൾഫർ റീജിയൻ ആണ്, അയൺ സൾഫർ യൂണിറ്റ് ആണ്. ആ അയൺ സൾഫർ യൂണിറ്റിലേക്ക് ഇലക്ട്രോണിനെ അബ്സോർബ് ചെയ്യുമ്പോഴത്തേക്കും സാധാരണ ഇവിടുന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന അതേ മാത്രയിൽ തന്നെ PS2 ഇലക്ട്രോൺ വന്ന് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, ഈ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ. ഇവിടെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല, കാരണം PS2 ഇല്ല അവർക്ക് ഇലക്ട്രോൺ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ എമിറ്റായി പോകുമ്പോഴത്തേക്ക് ക്ലോറോഫിൽ P700 ഫോട്ടോസിസ്റ്റം 1ന്റെ P700 അല്ലെങ്കിൽ ഫോട്ടോസിസ്റ്റം 1ന്റെ ക്ലോറോഫിൽ A മോളിക്യൂള് ഹൈലി ഓക്സിഡൈസ്ഡ് ആയി പോകും. അപ്പോൾ എന്താവും, ഇത് ഇലക്ട്രോണിന് വേണ്ടി സ്റ്റാർവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവർക്ക് വേറെ ഇലക്ട്രോണിനെ കിട്ടാത്തതുകൊണ്ട് വേറെ ഒരു വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് ഒന്നും PS1നോട് അസോസിയേറ്റ് ആയിട്ട് കാണാത്തത് കൊണ്ട് അതിൽ നിന്ന് എമിറ്റ് ചെയ്ത ഇലക്ട്രോണിനെ തന്നെ ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യണം. ആ ഇലക്ട്രോൺ തിരിച്ച് ഇതിന്റെ ഉള്ളിലേക്ക് ആക്സെപ്റ്റ് ചെയ്യും. ഇലക്ട്രോൺ ആക്സെപ്റ്ററിലേക്ക് ഇലക്ട്രോൺ പോയതിനു ശേഷം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴി പ്ലാസ്റ്റോസൈനിൻ വഴി വീണ്ടും അത് അങ്ങോട്ടേക്ക് വരും, PS1ലേക്ക് വരും. അപ്പോൾ ആ ഇലക്ട്രോൺ ഹൈ എനർജിയോടുകൂടി ജമ്പ് ചെയ്ത് തിരിച്ച് പ്ലാസ്റ്റോസൈനിൻ വഴി ഇങ്ങോട്ട് വരുമ്പോൾ ADP മോളിക്യൂൾ ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് ATP മോളിക്യൂളായിട്ട് മാറും. ഇനി ഈ റിയാക്ഷൻ നടക്കുന്ന സ്ട്രോമ ലെമെല്ല റീജിയനിലാന്നിരിക്കട്ടെ. സ്ട്രോമ ലെമെല്ല റീജിയനിലാണെങ്കിൽ ഈ ഇലക്ട്രോൺ വന്നിട്ട് റിസീവ് ചെയ്യാൻ NADP+ അവിടെ ഇരിക്കുന്നുണ്ടാവില്ല. NADP+ ഉണ്ടാവും, പക്ഷേ NADP++ഉമായിട്ട് ആ ഇലക്ട്രോണിനെ കമ്പൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫെറിഡോക്സിൻ NADP ഓക്സിഡോ റിഡക്ടേസ് എൻസൈം സ്ട്രോമ ലെമെല്ല റീജിയന്റെ മെംബ്രെയിനിൽ കാണുന്നില്ല. ഫെറിഡോക്സിൻ NADP ഓക്സിഡോ റിഡക്ടേസ് എൻസൈം ഈസ് ആബ്സെന്റ് ഇൻ ദ സ്ട്രോമ ലെമെല്ല റീജിയൻ. അതുകൊണ്ട് തന്നെ ആ ഇലക്ട്രോണിനെ അവരെടുക്കുകയില്ല. അതുകൊണ്ട് ആ ഇലക്ട്രോൺ നേരെ തിരിച്ച് ക്ലോറോഫിൽ മോളിക്യൂൾ P700ന്റെ ക്ലോറോഫിൽ മോളിക്യൂളിലേക്ക് എത്തി അതിന് ആ ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്യും. അവിടെ ജസ്റ്റ് ATP മോളിക്യൂൾ മാത്രം ഉണ്ടാവുകയും ചെയ്യും. അവിടെ ഒരു പ്രോട്ടോണും ഉണ്ടാകുന്നില്ല, പ്രോട്ടോണും ഉള്ളിലേക്ക് എടുക്കുന്നില്ല. അതുകൊണ്ട് ഒരു ATP മോളിക്യൂൾ മാത്രമാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ നടക്കുന്നുള്ളൂ. അതേപോലെ തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ കേസിലാണെങ്കിലും 700 നാനോമീറ്റർ വേവ് ലെങ്തിലായിട്ട് മാത്രമുള്ള കേസിലാണ് ഈ റിയാക്ഷൻ നടക്കുക. അവിടെ ഈ സെയിം റിയാക്ഷൻ തന്നെയായിരിക്കും നടക്കുക. P700 ഇലക്ട്രോണിന് വേണ്ടി സ്റ്റാർവ് ചെയ്യുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇലക്ട്രോൺ എമിറ്റ് ആയി പോയ ആ ഇലക്ട്രോണിനെ വീണ്ടും തിരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റും. അതുകൊണ്ട് തന്നെ അവിടെ ATP സിന്തസിസ് മാത്രമേ നടക്കുള്ളൂ, NADPHന്റെ ഫോർമേഷൻ നടക്കുന്നില്ല. ഓക്കെ, NADP+നെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ ദോ NADP ഓക്സിഡോ റിഡക്ടേസ് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് ഇലക്ട്രോണിന് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് NADP ഓക്സിഡോ റിഡക്ടേസ് ആക്റ്റീവ് ആവില്ല, ഇനാക്റ്റീവ് ഫോമിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കില്ല. സോ ഹിയർ വി ക്യാൻ സി cyclic photophosphorylation in which സൈക്ലിക് മാനറിലാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുക. കണ്ടവിടുന്ന് പോയ ഇലക്ട്രോൺ തിരിച്ചു വിടുന്നു, വീണ്ടും ഇലക്ട്രോൺ എമിറ്റ് ആവും. ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ ആയിരിക്കും പ്രോസസ്സ് നടക്കുക. ഇവിടെ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ല്യൂമൻ ഓഫ് തൈലക്കോയിഡിൽ പ്രോട്ടോണിന്റെ അക്യുമുലേഷനും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ മാത്രമാണ് നടക്കുന്നതെങ്കിൽ വളരെ കുറച്ച് ATP മോളിക്യൂളേ ഉണ്ടാവുള്ളൂ. അതൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫോട്ടോസിന്തസിസ് നടക്കാൻ പാകത്തിനുള്ള കെമിക്കൽ എനർജി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്റർമിറ്റന്റ് വേവ് ലെങ്ത് ഓഫ് സൺലൈറ്റ് 680 and 700 നാനോമീറ്റർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇഫ് വി ആർ ഗിവിംഗ് കണ്ടിന്യൂസ്ലി. ഇറ്റ് മീൻസ് ഇന്റർമിറ്റന്റ് വേ 680 നാനോമീറ്റർ 700 നാനോമീറ്റർ ഇങ്ങനെ ഇന്റർമിറ്റന്റ് വേയിൽ നമ്മൾ ലൈറ്റ് കൊടുത്താൽ മാക്സിമം ഫോട്ടോസിന്തസിസ് നടക്കുന്ന കാണാം. അതായത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കും, മാക്സിമം ATP സിന്തസിസ് നടക്കുകയും ചെയ്യുന്ന കാണാം. അപ്പോൾ അതാണ് എഫിഷ്യന്റ് വേ ഓഫ് ഫോട്ടോസിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഒരു എഫക്റ്റിന് പറയുന്നതാണ് എമേഴ്സൺ എഫക്റ്റ് എന്ന്. ഈ എമേഴ്സൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അത് ചെയ്ത് എമേഴ്സൺ എൻഹാൻസ്മെന്റ് എഫക്റ്റ് എന്ന് കേട്ടോ. എമേഴ്സൺ എൻഹാൻസ്മെന്റ് എഫക്റ്റിൽ അദ്ദേഹം കണ്ടുപിടിച്ച വേറൊരു കാര്യമുണ്ട്. 700 നാനോമീറ്റർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് മാത്രം ഒരു ലീഫിനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് വളരെ കുറയും. അതിനെ നമ്മൾ റെഡ് ഡ്രോപ്പ് എഫക്റ്റ് എന്നും പറയും. അതിന് തന്നെയാണ് എമേഴ്സൺ എൻഹാൻസ്മെന്റ് എഫക്റ്റ് അല്ലെങ്കിൽ റെഡ് ഡ്രോപ്പ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ എമേഴ്സൺ അദ്ദേഹത്തിന് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത് ക്ലോറെല്ല എന്ന് പറയുന്ന ആൽഗയുടെ ഉള്ളിലാണ്. ഇനി നമ്മൾ പറഞ്ഞു നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ATP ഉണ്ടാവും, NADPH ഉണ്ടാവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ഫോട്ടോൺ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു ATPയും ഒരു NADPHും ആണ് ഈ പറയുന്ന നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഉണ്ടാകുന്നത്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലാണെങ്കിൽ ആകെ ഒരു ATP മോളിക്യൂൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. NADPHനെ ATP ആയിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം
NADPH ഒരു റെഡ്യൂസിങ് പവറായിട്ട് തന്നെ ഫോട്ടോസിന്തസിസിൽ റിഡക്ഷൻ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ മറ്റേ റെസ്പിറേഷനിൽ കാണുന്ന പോലെ ATP NADPHനെ ATP ആയിട്ട് കൺവേർട്ട് ചെയ്യൊന്നും വേണ്ട ഇവിടെ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിൽ കൂടുതൽ ATP മോളിക്യൂൾസ് ഉണ്ടാവണം? ഇത്രയും ATP കൊണ്ടൊന്നും ഒന്നും ആവില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ATP മോളിക്യൂൾസ് ഉണ്ടാവണം. ആ ATP മോളിക്യൂൾസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ആണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് വെച്ചിട്ട് നമുക്ക് കൂടുതൽ ATP ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തൈലക്കോയിഡ് മെംബ്രെയിൻ എടുക്കുന്നുണ്ട്. ഒരു തൈലക്കോയിഡ് മെംബ്രെയിൻ ആട്ടോ ഈ കാണുന്നത്. ഇത് ക്ലോറോപ്ലാസ്റ്റ് ഒന്നും അല്ല, നമ്മുടെ തൈലക്കോയിഡിന്റെ മെംബ്രെയിൻ ആണ്. ഈ തൈലക്കോയിഡിന്റെ മെംബ്രെയിൻ ഈ ചുമന്ന കളറിൽ കാണുന്നത്. അതേപോലെ ഇതിന്റെ ഉൾഭാഗം വന്നിട്ട് അതിന്റെ ലൂമനുമാണ് കേട്ടോ. ഇത് ഫോട്ടോസിസ്റ്റം 2 ആണ്, ഇത് ഫോട്ടോസിസ്റ്റം 1 ആണ്. ഇനി ഇവിടുന്ന് ഈ ഫോട്ടോസിസ്റ്റം 2ലേക്ക് ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ നമുക്കറിയാം പ്ലാസ്റ്റോക്വിനോൺ എന്ന് പറയുന്ന ആ പ്രോട്ടോൺസ് ആക്കിയെന്ന് ഒരു H+ ഇങ്ങോട്ട് കയറുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സിൽ നിന്ന് ഒരു H+ ഇങ്ങോട്ട് കയറുന്നുണ്ട്. ഓരോ ഫോട്ടോൺസും വന്ന് പതിക്കുമ്പോൾ ഓരോ H+ ഇങ്ങോട്ട് കയറുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ NADP+, ഇവിടുന്ന് ഒരു H+ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ലേ, അപ്പൊ സ്ട്രോമ സൈഡിൽ H+ കുറഞ്ഞു അല്ലേ. ഇനി ഇവിടെ NADP+ ഒരു H+ഉമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് NADPH ആവുന്നത്. അവിടെ ഒരു H+ നീങ്ങുന്നുണ്ട്, NADPHലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, ആ ഇവിടെ 2 പ്രോട്ടോൺ കൂടുമ്പോൾ ഇവിടെ 2 പ്രോട്ടോൺ കുറയുന്നത് നമുക്ക് കാണാം അല്ലേ. അപ്പൊ നമ്മൾ കുറച്ച് ഈ റിയാക്ഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താവും, ഈ ലൂമന്റെ ഉള്ളിൽ കംപ്ലീറ്റ് പ്രോട്ടോൺസ് വന്നങ്ങ് നിറയും. ലൂമൻ വിൽ ബി ഹൈലി കോൺസെൻട്രേറ്റഡ് വിത്ത് ദ പ്രോട്ടോൺസ് വന്നിട്ട് അങ്ങ് വല്ലാതെ തിങ്ങി നിറയും എന്തിൻ്റെ ഉള്ളിൽ, ലൂമൻ ഓഫ് തൈലക്കോയിഡിൽ. അപ്പൊ സ്ട്രോമ സൈഡിൽ എങ്ങനെയാവും, പ്രോട്ടോൺസ് കുറയും. കാരണം എന്താണ്, പ്രോട്ടോൺസ് അതനുസരിച്ച് കുറയും. കാരണം എന്താണ്, 2 പ്രോട്ടോൺ ഉള്ളിലേക്ക്, 2 പ്രോട്ടോൺ, ഇവിടുന്ന് ഒരു പ്രോട്ടോൺ ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് ഒരു പ്രോട്ടോണിനെ ഇവിടെ യൂസ് ചെയ്തു. അപ്പൊ ഇവിടെ ഒരു പ്രോട്ടോണിനെ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സിൽ നിന്ന് എടുത്തു. ഒരു ഫോട്ടോൺ വരുമ്പോഴാണ്, ഒരു ലൈറ്റ് എനർജി വരുമ്പോഴത്തെ കാര്യമാണ് പറയാം കേട്ടോ. അപ്പൊ ഇവിടുന്ന് 2 ഹൈ പ്രോട്ടോൺസ് നീങ്ങിയപ്പോൾ ഇവിടെ 2 പ്രോട്ടോൺസ് അക്യുമുലേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ലൂമൻ ഫില്ലാവുകയും ഒരു പ്രോട്ടോണിന്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഫോം ചെയ്യുകയും ചെയ്യും. ഈ പ്രോട്ടോണിന്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ, ഇവിടെ ഒരു F0F1 കോംപ്ലക്സ് ഇരിക്കുന്നുണ്ട്. കണ്ട, F0F1 കോംപ്ലക്സ് ഇരിക്കുന്നുണ്ട്. ഈ F0F1 കോംപ്ലക്സ് അതിനെ CF0 എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. CF0 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ക്ലോറോപ്ലാസ്റ്റ് F0 എന്നാണ്. ക്ലോറോപ്ലാസ്റ്റ് F0 ഇറ്റ് ആക്ട് ആസ് എ പ്രോട്ടോൺ ചാനൽ. അതൊരു പ്രോട്ടോൺ ചാനലായിട്ട് ആക്ട് ചെയ്യും. അതേപോലെ ക്ലോറോപ്ലാസ്റ്റ് F1 ഇറ്റ് ആക്ട് ആസ് ATP സിന്തേസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇപ്പോൾ പ്രോട്ടോൺ ഗ്രേഡിയന്റ്, പ്രോട്ടോണിന്റെ കോൺസെൻട്രേഷൻ കൂടിയെടുത്തുന്ന കുറഞ്ഞെടുത്തുന്ന പ്രോട്ടോൺസ് പാസ് ചെയ്യും അല്ലെ. അത് ആ ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് പ്രോട്ടോണിന്റെ മൂവ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് പ്രോട്ടോൺ മൂവ് ചെയ്യുമ്പോൾ ഒരു തള്ളിക്കയറ്റായിരിക്കും. ആ തള്ളൽ കൊണ്ട് ഈ CF0ന്റെ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യും. CF0ന്റെ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്താൽ പ്രോട്ടോൺ ചാനൽ ഓപ്പൺ ആവും. പ്രോട്ടോൺ ചാനൽ ഓപ്പൺ ചെയ്യും, CF0ന്റെ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്ത് പ്രോട്ടോൺ ചാനൽ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ CF1 ഗെറ്റ് ആക്ടിവേറ്റ്, CF1ഉം ആക്ടിവേറ്റ് ആവും. അതായത് ATP സിന്തേസ് ആക്ടിവേറ്റ് ആവും. അതുകൊണ്ട് ഈ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടോൺ, ലോ കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടോൺ ഇരിക്കുന്നിടത്തേക്ക്, അതായത് ഒരു ഡൗൺ ഹിൽ ട്രാൻസ്പോർട്ട് പ്രോട്ടോൺ ചെയ്യുമ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന എനർജി ഉണ്ട്. ആ എനർജീനെ വെച്ച് ATP സിന്തേസിന്റെ പ്രസൻസിൽ ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് ATP മോളിക്യൂൾ ഉണ്ടാവും. ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് ATP മോളിക്യൂൾ ഉണ്ടാവും. അവിടെ ഓരോ 3 പ്രോട്ടോണും ഈ പറയുന്ന CF0 CF1 കോംപ്ലക്സിൽ കൂടെ കടന്നു പോരുമ്പോൾ ഓരോ ATP മോളിക്യൂൾ ഉണ്ടാവും. അപ്പൊ നോക്കിക്കേ, ATP മോളിക്യൂൾ എത്ര എഫിഷ്യന്റ് ആയിട്ടാണ് ഉണ്ടാവുന്നതെന്ന്. NADPH മോളിക്യൂൾ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഓൾറെഡി ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ATP സിന്തസിസ് ആൻഡ് NADPH ഫോർമേഷൻ ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂറിംഗ് ദ ലൈറ്റ് റിയാക്ഷൻ വഴി ഈ ATPയും അതേപോലെ NADPHും സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ഇത്രയും മനസ്സിലായല്ലോ. കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്താണെന്ന് മനസ്സിലായല്ലേ. ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാക്കുന്നതിനെയാണ് ഉണ്ടാക്കി ആ ഗ്രേഡിയന്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജീനെ യൂസ് ചെയ്ത് ATP സിന്തേസ് എൻസൈം ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് ATP മോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് ATP മോളിക്യൂൾ ഇഷ്ടം പോലെ ഉണ്ടാവുക. NADPH നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ തൈലക്കോയിഡിന്റെ മെംബ്രെയിൻ സൈഡിലേക്ക് ഉണ്ടാകുന്നതാണ്. അവിടെ ആ FNR എന്നൊക്കെ കൊടുത്തേക്കുന്ന ഫെറിഡോക്സിന്റെ ഒരു ഫാക്ടറാണ് കേട്ടോ. FNR എന്ന് പറയുന്ന ഫെറിഡോക്സിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അത് ആ ഫെറിഡോക്സിനോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന NADP ഓക്സിഡോ റിഡക്റ്റേസ് എൻസൈം ഒക്കെ കാണുന്നത്. ഓക്കെ,
ഇതിനിവിടെ ATP സിന്തസൈസ് ചെയ്യാൻ വേണ്ടത് ഒരു പ്രോട്ടോൺ പമ്പാണ്. ഇതിന് നമുക്ക് പ്രോട്ടോൺ പമ്പ് എന്നാ പറയാം. പ്രോട്ടോണിനെ ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിലേക്ക് പമ്പ് ചെയ്ത് വിടുമ്പോഴാണ് അത്രയും എനർജി ഉണ്ടാവുക. Okay, so this is all about the chemiosmotic hypothesis. അവിടെയാണ് മാക്സിമം ATP സിന്തസിസ് നടക്കുക. ഇനി ATP and NADPH where it is used. ഇവിടെയാണ് ഈ ATP and NADPH സിന്തസൈസ് ചെയ്തത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും കൂടി കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ബയോസിന്തറ്റിക് പാത്വേയിലാണ് ഈ ATPയും NADPHും യൂസ് ചെയ്യുന്നത്. അത് എന്താണ് ആ റിയാക്ഷൻ നമ്മൾ പറഞ്ഞ സ്ട്രോമയിൽ നടക്കുന്ന ആ റിയാക്ഷൻ നമ്മൾ പറഞ്ഞ ഡാർക്ക് റിയാക്ഷൻ എന്നാണ് അല്ലേ. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അത് ഡാർക്ക് റിയാക്ഷൻ ഡാർക്കിൽ നടക്കുന്നു എന്നല്ല അർത്ഥം, ഡയറക്റ്റ് ലൈറ്റിനെ യൂസ് ചെയ്യാതെ നടക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത്? വാട്ടറിൻ്റെ ഫോമിൽ തന്നെ വേരി കൂടിയാണ് അബ്സോർബ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിനെ എങ്ങനെ പ്ലാന്റ്സിലേക്ക് എടുക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡിനെ ഗേഷ്യസ് ഫോമിൽ തന്നെയാണോ പ്ലാന്റ്സിൽ യൂട്ടിലൈസ് ചെയ്യുന്നത്, അതോ വേറെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിൽ ഫിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്? അങ്ങനെ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കുറേ റേഡിയോ ഐസോട്ടോപ്പ് വെച്ചിട്ട് കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്തതിന് ശേഷം, അതായത് 14 കാർബൺ ഐസോട്ടോപ്പ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം എക്സ്പെരിമെൻറ്റ് ചെയ്ത്. അദ്ദേഹം കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്തതിന് ശേഷം കണ്ടുപിടിച്ച് ഈ 14 കാർബൺ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡാണ് കണ്ടുപിടിച്ചു. അതൊരു 3 കാർബൺ കോമ്പൗണ്ടാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് റേഡിയോ ലേബിൾ ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സിലേക്ക് എക്സ്പോസ് ചെയ്തതിന് ശേഷം പ്ലാന്റ്സിൽ ആ കാർബൺ ഡൈ ഓക്സൈഡ് ഏത് കോമ്പൗണ്ടിലാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കിയപ്പോൾ ആ കോമ്പൗണ്ട് ഒരു 3 കാർബൺ കോമ്പൗണ്ടാണ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ഈ ഫോസ്ഫോഗ്ലിസറിക് ആസിഡിലാണ് ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യുന്നത്. നൗ ആഫ്റ്റർ ദാറ്റ് ദേ ഡിഡ് മെനി എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് ഇൻ എനി അതർ പ്ലാന്റ്സ്. വേറെ ഏതെങ്കിലും പ്ലാന്റ്സിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നുണ്ടോയെന്ന്. അപ്പോൾ കണ്ടുപിടിച്ചാണ് ഓക്സാലോഅസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിലും കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നുണ്ട്. അതൊരു 4 കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിനകത്ത് 3 കാർബൺ കോമ്പൗണ്ടിൽ ഫിക്സ് ചെയ്യുന്ന തരത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്ന പ്ലാന്റിനെ C3 പ്ലാന്റ്സ് എന്നും 4 കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ഓക്സാലോഅസറ്റിക് ആസിഡിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നതിന് C4 സൈക്കിൾ എന്നുമാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ 3 കാർബൺ കോമ്പൗണ്ടായ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയി മാറും എന്നുണ്ടെങ്കിൽ ഈ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ ആക്സെപ്റ്റ് ചെയ്ത് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുന്ന സബ്സ്ട്രേറ്റ് മോളിക്യൂളിൽ എത്ര കാർബൺ ഉണ്ടായിരിക്കണം? 2 കാർബൺ ഉണ്ടായിരിക്കണം. എന്നാലാണ് ഒരു കാർബൺ ഡൈ ഓക്സൈഡും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അത് 3 കാർബൺ കണ്ടെയ്ൻ ചെയ്യുന്ന കോമ്പൗണ്ട് ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ഈ 2 കാർബൺ ഉള്ള ഏത് സബ്സ്ട്രേറ്റ് മോളിക്യൂളാണ് ഇതിനെ ഫിക്സ് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നത് എന്ന് സ്റ്റഡി ചെയ്തപ്പോൾ ദേ കുഡ് നോട്ട് ഫൈൻഡ് എനി 2 കാർബൺ കോമ്പൗണ്ട് വിച്ച് ഈസ് ഏബിൾ ടു ഫിക്സ് കാർബൺ ഡൈ ഓക്സൈഡ്. അതൊരു വല്ലാത്ത ചലഞ്ചിങ് എക്സ്പെരിമെൻ്റ് തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു 2 കാർബൺ കോമ്പൗണ്ട് കണ്ടുപിടിക്കാൻ അവർക്ക് ഒട്ടും പറ്റിയില്ല. പിന്നെ അത് ഏത് തരത്തിലുള്ള കോമ്പൗണ്ടിലായിരിക്കും ഫിക്സ് ചെയ്യുന്നത് ടു ബിക്കം ആസ് 3 കാർബൺ ഷുഗർ ആസ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. ഇതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. ദെൻ ദേ കുഡ് അണ്ടർസ്റ്റാൻഡ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് റേഡിയോ ലേബിൾഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫസ്റ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ആദ്യം അത് കാണുന്ന ഒരു 6 കാർബൺ കോമ്പൗണ്ടിലാണ്. അതായത് 2 കാർബോക്സി 3 കീറ്റോ 1,5 ബൈഫോസ്ഫോറൈബറ്റോൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിലാണ്. 2 കാർബോക്സി 3 കീറ്റോ 1,5 ബൈഫോസ്ഫോറൈബറ്റോൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിലാണ് ഫസ്റ്റ് ആ കാർബൺ ഡൈ ഓക്സൈഡ് കാണുന്നത്. പക്ഷേ ഈ കോമ്പൗണ്ട് 6 കാർബൺ കോമ്പൗണ്ടാണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 3 കാർബൺ കോമ്പൗണ്ടായിട്ട് മാറുന്നതാണ്. എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് സബ്സ്ട്രേറ്റ് വിച്ച് ഈസ് അബ്സോർബിംഗ് ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് ദാറ്റ് കണ്ടെയ്ൻ 5 കാർബൺ ആറ്റംസ്. 5 കാർബൺ ആറ്റംസ് ആണ് അതിനകത്ത് ശരിക്കും ഉള്ളത്. അതുകൊണ്ടാണല്ലോ അത് 6 കാർബണുള്ളൊരു ഷുഗറായിട്ട് മാറുന്നത്, 6 കാർബണുള്ളൊരു കോമ്പൗണ്ടായിട്ട് മാറുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ ദേ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സിംഗ് സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ഇറ്റ് ഈസ് റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് ആണ് അദ്ദേഹത്തിന് അവർക്ക് മനസ്സിലായി. റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് അതൊരു 5 കാർബൺ കണ്ടെയ്ൻ ചെയ്യുന്ന കീറ്റോ ഷുഗറാണ്. 5 കാർബൺ കണ്ടെയ്ൻ ചെയ്യുന്ന കീറ്റോ ഷുഗറാണ് 1,5 ബൈഫോസ്ഫോറൈബറ്റോൾ എന്ന് പറയുന്നത്. അപ്പോൾ C3 പാത്വേയിൽ ഫോസ്ഫോഗ്ലിസറിക് ആസിഡിനെ ഉണ്ടാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ ഒരു 5 കാർബൺ കീറ്റോ ഷുഗറായ റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് എടുത്ത് അത് ഒരു
അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു 6 കാർബൺ കോമ്പൗണ്ടായ 2 കാർബോക്സി 3 കീറ്റോ 1,5 ബൈഫോസ്ഫോ റൈബറ്റോൾ ഉണ്ടാക്കി അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് 2 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറും. അതിനകത്ത് ഒരു 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡിനകത്ത് നമ്മൾ റേഡിയോ ലേബൽ ചെയ്ത് കൊടുത്ത കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാർബൺ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് ഇറ്റ് വിൽ എൻ്റർ ഇൻ ടു ഡാർക്ക് റിയാക്ഷൻ ഓർ ഇറ്റ് വിൽ എൻ്റർ ഇൻ ടു ബയോസിന്തറ്റിക് പാത്വേ. ഇതാണ് ബയോസിന്തറ്റിക് പാത്വേയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ആ ബയോസിന്തറ്റിക് പാത്വേനെ നമ്മൾ പറയുന്ന കാൽവിൻ സൈക്കിൾ എന്നാണ്. കാരണം എന്താ, ഈ C3 സൈക്കിൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിന് 3 കാർബൺ കോമ്പൗണ്ടിൽ ഫിക്സ് ചെയ്ത് അത് ബയോസിന്തറ്റിക് പാത്വേയിലേക്ക് എൻ്റർ ചെയ്ത് ആ ഒരു സൈക്കിള് കണ്ടുപിടിച്ചത് മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് അതിനെ കാൽവിൻ cycle എന്ന് അവർ വിളിച്ചു. ഓക്കെ, സോ ഹിയർ കാൽവിൻ സൈക്കിൾ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ മെൽവിൻ കാൽവിൻ. ബിക്കോസ് ഓഫ് ദാറ്റ് വി ആർ കോളിംഗ് ഇറ്റ് ആസ് കാൽവിൻ സൈക്കിൾ. ഓക്കെ, ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ റിബുലോസ് ബിസ് ഫോസ്ഫേറ്റ് റിബുലോസ് 1,5 ബിസ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന സബ്സ്ട്രേറ്റിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്ത് കൊടുക്കാൻ ഒരു ബയോ കാറ്റലിസ്റ്റ് ഉണ്ട് ഇവിടെ. ദാറ്റ് ബയോ കാറ്റലിസ്റ്റ് ഈസ് നത്തിങ് ബട്ട് റിബുലോസ് 1,5 ബിസ് ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എൻസൈം. ഓക്കെ, അതായത് RUBP റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എൻസൈം ആണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഈ റുബിസ്കോ അല്ലെങ്കിൽ റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എൻസൈമിന് കാർബൺ ഡൈ ഓക്സൈഡിനെ കമ്പൈൻ ചെയ്യാനും അതുപോലെ ഓക്സിജനേഷൻ കപ്പാസിറ്റിയും അതിനുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യാനും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷന് വേണ്ടിയിട്ട് അവർ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് combine ചെയ്യും. Then after that it will be converting in the form of a 6 carbon compound. ആ 6 carbon compound highly unstable ആയതുകൊണ്ട് that will be broken down into phosphoglyceric acid. Okay, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ it will enter into biosynthetic pathway. Biosynthetic pathwayയിൽ കാൽവിൻ സൈക്കിൾ എന്നാണ് ആ ബയോസിന്തറ്റിക് പാത്വേനെ നമ്മൾ പറയുക. അതിന് ഡിസ്ക്രൈബ് ചെയ്യുന്ന 3 സ്റ്റെപ്സിലായിട്ടാണ് കാർബോക്സിലേഷൻ റിയാക്ഷൻ, റിഡക്ഷൻ റിയാക്ഷൻ, റീജനറേഷൻ റിയാക്ഷൻ. ഇവിടെ കാർബോക്സിലേഷൻ റിയാക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് ദാറ്റ് വിൽ കമ്പൈൻ വിത്ത് 1 കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ മോളിക്യൂൾ ഇൻ ദ പ്രസൻസ് ഓഫ് an enzyme Rubisco, and it will be converted into a 6 carbon compound as 2 carboxy 3 keto 1,5 biphosphorybatol, and it will be immediately break down into 3-phosphoglyceric acid. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കാർബോക്സിലേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി റിഡക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ സി ഹിയർ ഈ 3-phosphoglyceric ആസിഡ് അത് 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. 3-phosphoglyceric ആസിഡ് ആദ്യം 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് 12 ATP മോളിക്യൂളിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 12 ADP മോളിക്യൂളും ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റും, അതുപോലെ ആ ഫോസ്ഫേറ്റ് മോളിക്യൂള് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഫോസ്ഫേറ്റ് മോളിക്യൂളാണ് എന്തുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്? 3-phosphoglyceric ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്ത് 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡായിട്ട് മാറുന്നത്. അവിടെ 12 ATPയുടെ റിക്വയർമെൻ്റ് ഉണ്ട്. ഇവിടെ 12 ATP യൂസ് ചെയ്യാനുള്ള എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 6 മോളിക്യൂൾ. ഇപ്പം നമ്മളിവിടെ ഈ ഒരു സൈക്കിൾ ഞാൻ പറയുമ്പോൾ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കാർബോക്സിലേഷൻ റിയാക്ഷൻ വന്നിട്ട് റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റിനകത്ത് 6 കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻ ചെയ്യുമ്പോൾ 6 മോളിക്യൂൾ 2 കാർബോക്സി 3 കീറ്റോ 1,5 ബൈഫോസ്ഫോ റൈബറ്റോൾ ഉണ്ടാവും അല്ലേ? നമ്മുടെ ഇക്വേഷൻ പ്രകാരം 6 കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 12 H2O എന്നാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ 6 മോളിക്യൂൾസ് ഓഫ് 6 കാർബൺ കോമ്പൗണ്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്താൽ എത്ര മോളിക്യൂൾ 3-phosphoglyceric ആസിഡ് ഉണ്ടാവും? 12 മോളിക്യൂൾ 3-phosphoglyceric ആസിഡ് ഉണ്ടാവും. കാരണം എന്താ? 6 കാർബണുള്ള ഒരു കോമ്പൗണ്ട് 3 കാർബണുള്ള ഷുഗറായിട്ട് മാറുമ്പോൾ അത് ഒരെണ്ണം 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ 6 എണ്ണം എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? 12 മോളിക്യൂൾസ് ഉണ്ടാക്കും അല്ലെ? 12 3-phosphoglyceric ആസിഡ് ഉണ്ടാവും. ഈ 12 3-phosphoglyceric ആസിഡ് അടുത്ത സ്റ്റെപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന അതിന് ഫോസ്ഫോറിലേറ്റ് ചെയ്തുകൊണ്ടാണ്. അതായത് 3-phosphoglyceric ആസിഡ് അല്ലെങ്കിൽ 3-phosphoglycerate എന്തായിട്ട് മാറും? 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അല്ലെങ്കിൽ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറും. അതിന് വേണ്ടിയിട്ട് 12 ATP മോളിക്യൂൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 12 ADP മോളിക്യൂളായിട്ട് മാറും. അപ്പോൾ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറും. ഈ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഗ്ലിസറാൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഗ്ലിസറിക് ആസിഡ് ഗ്ലിസറാൽഡിഹൈഡ് ആയിട്ട് മാറുമ്പോൾ റിഡക്ഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ 12 മോളിക്യൂൾ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 12 മോളിക്യൂൾ ഗ്ലിസറാൽഡിഹൈഡ് ആയിട്ട് മാറണമെങ്കിൽ
അതിന് 12 മോളിക്യൂളിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു റെഡ്യൂസിങ് പവർ വേണം. അവിടെ യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് പവറാണ് NADPH. നമ്മൾ കണ്ടില്ലേ NADPH അവിടെ ലൈറ്റ് റിയാക്ഷനിൽ ഫോം ചെയ്യുന്ന 12 മോളിക്യൂൾ NADPH എടുത്തിട്ട് 12 മോളിക്യൂൾ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡിനെ 12 മോളിക്യൂൾ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് ആയിട്ട് മാറ്റും. ഈ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് ആയിട്ട് മാറും. 3-ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് പിന്നെ എങ്ങോട്ട് എൻ്റർ ചെയ്യുന്നറിയോ? 3-ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് ഇപ്പോൾ 12 എണ്ണം ഉണ്ട്. ആ 12 എണ്ണത്തിനകത്ത് 2 എണ്ണം സ്റ്റാർച്ച് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാവാൻ പോവും. ബാക്കി 10 എണ്ണം ദാറ്റ് വിൽ ഗോ ഫോർ റീജനറേഷൻ പ്രോസസ്സ്. അപ്പോൾ റിഡക്ഷൻ നടക്കുന്നത് ഈ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന് റിഡക്ഷൻ നടക്കുന്ന ഫോസ്ഫോഗ്ലിസറിക് ആസിഡിൽ നിന്ന് ഗ്ലിസറാൽഡിഹൈഡായി ഗ്ലിസറാൽഡിഹൈഡിൽ നിന്ന് സെവറൽ കോമ്പൗണ്ട്സ് വഴി, ഞാൻ ഓരോ സ്റ്റെപ്പും പറയുന്നില്ല, സെവറൽ കോമ്പൗണ്ട്സ് വഴി ആണ് അതെന്തായിട്ട് മാറുന്നത്? ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഒരു ഫ്രക്ടോസ് മോളിക്യൂളായിട്ട് മാറുന്നത്. ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾ ഒരെണ്ണത്തിനകത്ത് ഗ്ലൂക്കോസ് മോളിക്യൂൾ ആണെങ്കിൽ ഒരു പ്രാവശ്യം ഫ്രക്ടോസ് മോളിക്യൂൾ ഉണ്ടാവും. 2 സൈക്കിൾ നടന്നു കഴിയുമ്പോൾ ഒരു ഗ്ലൂക്കോസ് ഒരു ഫ്രക്ടോസ് നമുക്ക് കിട്ടും. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു സൂക്രോസ് ആയിട്ട് മാറും. പിന്നെ ഇതിനെയൊക്കെ കൂടി ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റാർച്ച് ആക്കി മാറ്റുന്നത്. ഇനി 10 മോളിക്യൂൾ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് റീജനറേഷൻ ഓഫ് റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റിലേക്ക് എൻ്റർ ചെയ്യും. കാരണം ആ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ഇനി ഉണ്ടാവണം അല്ലേ? അതിനകത്ത് ആകെ എത്ര മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുനിന്ന് എടുത്തിട്ടുള്ളൂ? 6 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുനിന്ന് എടുത്തിട്ടുള്ളൂ. ആ 6 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് 2 മോളിക്യൂൾ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റിൽ ഉണ്ട്. അതാണ് ഈ പറയുന്ന ഗ്ലൂക്കോസിന്റെ ഫോർമേഷന് വേണ്ടിയിട്ട് എൻ്റർ ചെയ്തിട്ടുള്ളത്. അതേപോലെ ബാക്കി 10 മോളിക്യൂൾ ഗ്ലിസറാൽഡിഹൈഡിൽ ആരായിരിക്കുന്നത്? 6 മോളിക്യൂൾ റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ്. 6 മോളിക്യൂൾ റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റിൽ 6 × 5 30 കാർബൺ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ 30 കാർബൺ കണ്ടെയ്ൻ ചെയ്യുന്ന 6 മോളിക്യൂൾ റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് വീണ്ടും ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് 10 മോളിക്യൂൾ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് വേണം. കാരണം 10 മോളിക്യൂൾ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റിലാണ് 30 കാർബൺ ആറ്റം ഉണ്ടാവുക. അതായത് 10 × 3. സോ ഹിയർ വി ക്യാൻ സി 30 കാർബൺ ആറ്റം കണ്ടെയ്നിങ് 10 മോളിക്യൂൾസ് ഓഫ് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് വിൽ എൻ്റർ ഇൻ ടു റീജനറേഷൻ ഓഫ് റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ്. അവിടെയും യൂസ് ചെയ്യും 6 ATP മോളിക്യൂൾ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ total ATP requirement for one cycle of this 1 Kelvin cycle is or one glucose formation. 1 glucose formation le etra ATP molecule use ചെയ്യും? 12 ATP molecule ഇവിടെ phosphorylation reactionും 6 ATP molecule regenerationലും ടോട്ടൽ 18 ATP molecule. അതേപോലെ തന്നെ റിഡക്ഷൻ റിയാക്ഷനിൽ 12 NADPH യൂസ് ചെയ്യുന്നുണ്ട്. സോ 12 NADPH is also used as a reducing power. So here we can say the total energy requirement for the formation of 1 glucose molecule is 6 carbon dioxide, 18 ATP and 12 NADPH. ഓക്കെ, ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ATPയുടെയും NADPHൻ്റെ റിക്വയർമെൻറ്റ്. അതേപോലെ കാൽവിൻ സൈക്കിളിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. ഏത് തരത്തിലുള്ള പ്ലാന്റ്സ് ആണെങ്കിലും, ഇതിപ്പോൾ C4 പ്ലാന്റ്സ് പറഞ്ഞില്ലേ, ഏത് തരത്തിലുള്ള പ്ലാന്റ്സ് ആണെങ്കിലും നമുക്ക് കാണാം അവിടെ C3 സൈക്കിൾ കമ്പൽസറിയാണ്. C3 സൈക്കിൾ അല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ അത് കമ്പൽസറിയാണ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ. ഇനി അടുത്ത C4 പാത്വേ ആണ് കേട്ടോ. C4 പാത്വേ എന്ന് പറയുന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേറൊരു പേരാണ് ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ. ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ എന്ന് പറയും. അതല്ലെങ്കിൽ ഡൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് പറയും. ഓക്കെ, സോ ഇവിടെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ C4 പ്ലാന്റ്സ് എന്ന് പറയുന്ന പ്ലാന്റ്സ് തന്നെ കാണുന്നത് വളരെ ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനിലാണ് C4 പ്ലാന്റ്സ് കാണാം. അവിടെ ഈ C4 പ്ലാന്റ്സ് കാണുന്നത്, C4 പ്ലാന്റ്സിൻ്റെ ലീഫിൻ്റെ അനാട്ടമി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ക്രാൻസ് അനാട്ടമി കാണാം. ക്രാൻസ് അനാട്ടമി എന്ന് പറയുന്നത് അതിൻ്റെ മീസോഫിൽ സെൽസ് 2 ലെയറായിട്ട് അറേഞ്ച് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കുള്ള എപ്പിഡെർമൽ സെൽസിൻ്റെ താഴേക്ക് 2 ലെയേഴ്സ് സെൽസ് ആണ്. മീസോഫിൽ സെൽസ് അല്ല, എപ്പിഡെർമൽ ലെയേഴ്സിൻ്റെ ഇടയിലിരിക്കുന്ന സെൽസ് ജസ്റ്റ് മീസോഫിൽ സെൽസ് അല്ല, അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വേറൊരു തരത്തിലുള്ള സെല്ലും കൂടെ C4 പ്ലാന്റ്സിലുണ്ട്. അതെന്താണെന്ന് നോക്കാം. അപ്പർ ലെയറിൽ മീസോഫിൽ സെല്ലായിരിക്കും, അതിൻ്റെ ലോവർ പാർട്ടിൽ ബണ്ടിൽ ഷീറ്റ് സെല്ലായിരിക്കും. അതാണ് ഈ ക്രാൻസ് അനാട്ടമി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബണ്ടിൽ ഷീറ്റ് സെല്ല് കുറേ ലെയേഴ്സ് ഫോം ചെയ്യും. വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ചുറ്റുമാണ് ബണ്ടിൽ ഷീറ്റ് സെല്ല് ഉണ്ടാവുക. അപ്പോൾ മീസോഫിൽ സെല്ല് എങ്ങോട്ട് എക്സ്പോസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നതെന്ന് അറിയോ? അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ബണ്ടിൽ ഷീറ്റ് സെല്ല് ഉള്ളിലേക്ക് നീങ്ങിയായിരിക്കും ഇരിക്കുന്നത്. അവിടുത്തെ മീസോഫിൽ സെല്ലിൽ കാണുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യാനുള്ള എൻസൈമാണ് PEPcase എന്ന് പറയുന്ന ഒരു എൻസൈം. PEPcase എൻസൈം ഫോസ്ഫോഈനോൾ പൈറുവിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റും ഉണ്ട് ഇതിനകത്ത്, മീസോഫിൽ സെല്ലിനകത്ത്. അപ്പോൾ ഈ ഫോസ്ഫോഈനോൾ പൈറുവിക് ആസിഡ്
കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ എൻസൈം ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് എൻസൈം. ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ അത് ഒരു കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യും. ഈ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഫോം എ 4 കാർബൺ കോമ്പൗണ്ട് ആസ് ഓക്സാലോഅസറ്റിക് ആസിഡ്. അത് ഓക്സാലോഅസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറും. നമുക്കറിയാം ഫോസ്ഫോഈനോൾ പൈറുവിക് ആസിഡ് ഈസ് എ 3 കാർബൺ കോമ്പൗണ്ട് അല്ലെ. ഫോസ്ഫോഈനോൾ പൈറുവിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. അതൊരു കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 4 കാർബൺ കോമ്പൗണ്ട് ആവും. അതാണ് ഓക്സാലോഅസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ എവിടെയാണ് നടക്കുക? മീസോഫിൽ സെല്ലിലാണ് നടക്കുക. ഇവിടെ ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് എൻസൈമിന് കാർബോക്സിലേസ് പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ C3 സൈക്കിളിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്ന റുബിസ്കോ എന്ന് പറയുന്ന എൻസൈമിന് കാർബോക്സിലേസ് ഓക്സിജനൈസ് പ്രോപ്പർട്ടിയും കൂടി ഉണ്ടായിരുന്നു. കാർബോക്സിലേസ് ഓക്സിജനൈസ് പ്രോപ്പർട്ടിയും കൂടി ഉണ്ടായിരുന്നു റുബിസ്കോയ്ക്ക്. പക്ഷേ ഇവിടെ കാർബോക്സിലേഷൻ പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമായിട്ടാണ് കമ്പൈൻ ചെയ്യുള്ളൂ. ഓക്കെ, സോ ഹിയർ ഇൻ ദ mesophil cells of C4 plants the carbon dioxide it will be fixed in the form of oxaloacetic acid. ചിലപ്പോൾ ഈ ഓക്സാലോഅസറ്റിക് ആസിഡ് മാലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ അത് ഓക്സാലോഅസറ്റിക് ആസിഡ് ആയിട്ട് തന്നെ ബണ്ടിൽ ഷീറ്റ് സെല്ലിലേക്ക് എൻ്റർ ചെയ്യും. ബണ്ടിൽ ഷീറ്റ് സെൽ എന്ന് പറയുന്നത് ജസ്റ്റ് ബിലോ ദ മീസോഫിൽ സെല്ലാണ്. ഈ മീസോഫിൽ സെല്ലിലെയും ബണ്ടിൽ ഷീറ്റ് സെല്ലിലെയും ക്ലോറോപ്ലാസ്റ്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. മീസോഫിൽ സെല്ലിലെ ക്ലോറോപ്ലാസ്റ്റിൽ ഗ്രാന റീജിയൻ വന്നിട്ട് വളരെ പ്രോമിനൻ്റ് ആയിരിക്കും. അതായത് തൈലക്കോയിഡ് മെംബ്രെയിൻസ് ഒക്കെ വളരെ പ്രോമിനൻ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എപ്പിഡെർമൽ ലെയറിനോട് ചേർന്നിരിക്കുന്ന അവിടെ ലൈറ്റ് റിയാക്ഷനാണ് ഏറ്റവും കൂടുതൽ നടക്കുക. പക്ഷേ ഈ ബണ്ടിൽ ഷീറ്റ് സെല്ല് സൺലൈറ്റിനോട് എക്സ്പോസ് ആയിട്ടിരിക്കുന്നതല്ല, മീസോഫിൽ സെല്ലിൻ്റെ താഴെയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ തൈലക്കോയിഡ് മെംബ്രെയിൻ എന്ന് പറയുന്ന അവിടെ ഇവിടെയൊക്കെ സ്കാറ്റർ ചെയ്തിട്ടായിരിക്കും കാണുക. അവിടുത്തെ മേജർ റിയാക്ഷൻ എന്ന് പറയുന്നത് ബയോസിന്തറ്റിക് പാത്വേ അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ട്രോമയാണ് കുറച്ച് പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നത്. സ്ട്രോമയിൽ നടക്കുന്ന റിയാക്ഷനാണ് കുറച്ച് പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാം ഡൈമോർഫിക് ക്ലോറോപ്ലാസ്റ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് C4 പ്ലാന്റ്സ് എന്ന് പറയാം. ഡൈമോർഫിക് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ക്ലോറോപ്ലാസ്റ്റ്. അത് മീസോഫിൽ സെല്ലിൽ ഒരു തരത്തിലും അതുപോലെ തന്നെ ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ വേറൊരു തരത്തിലും കാണുന്നതുകൊണ്ടാണ് അതിനെ ഡൈമോർഫിക് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി C4 പ്ലാന്റ്സിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സി ദ ഇൻ മീസോഫിൽ സെൽ ഇറ്റ് വിൽ ബി ഫിക്സ്ഡ് ഇൻ ദ ഫോം ഓഫ് ഓക്സാലോഅസറ്റിക് ആസിഡ് ഓർ മാലിക് ആസിഡ്. ഈ ഓക്സാലോഅസറ്റിക് ആസിഡ് അല്ലെങ്കിൽ മാലിക് ആസിഡ് ബണ്ടിൽ ഷീറ്റ് സെല്ലിലേക്ക് അതിൻ്റെ പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻ വഴി ട്രാൻസ്പോർട്ട് ചെയ്യും. മാലിക് ആസിഡിന് ഡീകാർബോക്സിലേഷൻ നടന്ന് അല്ലെങ്കിൽ ഈ ഓക്സാലോഅസറ്റിക് ആസിഡിന് ഡീകാർബോക്സിലേഷൻ നടന്ന് അവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡിനെ എങ്ങോട്ടേക്ക് വിടും? പുറത്തേക്ക് വിടും. അവിടെ പുറത്തേക്ക് എന്ന് പറയുന്നത് എന്താണ്? ആ ബണ്ടിൽ ഷീറ്റ് സെല്ലിൻ്റെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലേക്ക് അത് റിലീസ് ചെയ്യും. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന എൻസൈമും സബ്സ്ട്രേറ്റും റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റും അതുപോലെ തന്നെ റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എൻസൈമുമാണ്. RUBPയും റുബിസ്കോവും ഇവിടെ ഇരിക്കുന്നത് ബണ്ടിൽ ഷീറ്റ് സെല്ലിനകത്താണ്. അപ്പോൾ ഈ ബണ്ടിൽ ഷീറ്റ് സെല്ലിനകത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ വരുന്നുള്ളൂ, ഓക്സിജൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് റുബിസ്കോ എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡിനെ മാത്രം ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? RUBPക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്സിജനൈസ് ആക്ടിവിറ്റി നടക്കാൻ വേണ്ടിയിട്ട് അവിടെ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ ഓക്സിജനൈസ് ആക്ടിവിറ്റി നടക്കുകയില്ല. അപ്പോൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ മാത്രം RUBPക്ക് കൊടുക്കുകയും അത് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറും. ആ 6 കാർബൺ കോമ്പൗണ്ടിനെ 2 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഇറ്റ് വിൽ എൻ്റർ ഇൻ ടു C3 സൈക്കിൾ. ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് C3 സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യും. C3 സൈക്കിളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ കാർബോക്സിലേഷൻ റിയാക്ഷന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഫോസ്ഫോറിലേഷൻ ഓഫ് 12 molecules of 3-phosphoglyceric ആസിഡിന് വേണ്ടിയിട്ട് 12 മോളിക്യൂൾ ATP എടുക്കും. അതേപോലെ തന്നെ അതിൻ്റെ റീജനറേഷൻ ഓഫ് RUBPക്ക് വേണ്ടിയിട്ട് 6 മോളിക്യൂൾ ATP എടുക്കും. അപ്പോൾ C3 സൈക്കിളിന് മാത്രം എത്ര ATP എടുക്കും? 18 ATP എടുക്കും. അതേപോലെ തന്നെ ആ 12 മോളിക്യൂൾ ഫോസ്ഫോഗ്ലിസറിക് ആസിഡിനെ ഗ്ലിസറാൽഡിഹൈഡ് മോളിക്യൂളാക്കി മാറ്റാൻ വേണ്ടി 12 NADPHും യൂസ് ചെയ്യും. അപ്പോൾ 12 NADPH C3 സൈക്കിളിൽ യൂസ് ചെയ്യും. ഇനി റീജനറേഷൻ ഇവിടെ RUBP റീജനറേറ്റ് ചെയ്തു. പക്ഷെ ഒന്ന് നോക്കിക്കേ, കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടു കൊടുത്ത ആൾ ആരാണ്? ഈ മാലിക് ആസിഡ് അല്ലെങ്കിൽ ഓക്സാലോഅസറ്റിക് ആസിഡാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ കൊടുത്തിട്ട് ആ കാർബൺ ഡൈ ഓക്സൈഡിനെ കൊടുത്തതിന് ശേഷം ഈ ഫോസ്ഫോഈനോൾ പൈറുവിക് ആസിഡ് റീജനറേറ്റ് ചെയ്യണം. ഫോസ്ഫോഈനോൾ പൈറുവിക് ആസിഡ് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ 12 ATP മോളിക്യൂൾസിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. 12 ATP മോളിക്യൂൾസിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. ആ 12 ATP മോളിക്യൂൾസിൻ്റെ റിക്വയർമെൻറ്റ് ഇവിടെ അഡീഷണൽ ആയിട്ട് എടുക്കുന്ന. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്,
ഒരു റിയാക്ഷൻ വേസ്റ്റായി പോകുന്നില്ല. കാരണം കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കേണ്ടതിന് പകരം ഓക്സിജനെ എടുത്തു കഴിയുമ്പോഴാണ് ഒരു ഫോട്ടോസിന്തറ്റിക് അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ വേസ്റ്റായി പോകുന്നത്. അങ്ങനെ വേസ്റ്റായി പോവാതെ കാർബൺ ഡൈ ഓക്സൈഡിനെ മാത്രം കമ്പൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ 2 ലെയർ സെൽസ് ഉള്ളത്. അതായത് മീസോഫിൽ സെല്ലും ബണ്ടിൽ ഷീറ്റ് സെല്ലും. മീസോഫിൽ സെല്ലിൽ PEP കേസ് മാത്രം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഓക്സിജനേഷൻ പ്രോപ്പർട്ടി ഉണ്ടായ ഓക്സിജൻ എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ വെറുതെ ആയി പോകും ആ ഒരു പ്രോസസ്സ് നടന്നത്. ആ കാർബൺ ഫിക്സേഷൻ നടക്കാതെ ഇത് വേറെ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് എൻ്റർ ചെയ്യും ഓക്സിജൻ എടുത്താൽ കാർബൺ ഡൈ ഓക്സൈഡിന് പകരം. അപ്പം അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കാത്തത് കൊണ്ട് കുറച്ച് ATP റിക്വയർമെൻറ്റ് കൂടുതലാണെങ്കിൽ കൂടി ഫോട്ടോസിന്തസിസ് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ട്രാൻസ്പിറേഷൻ ലോസ് ഒക്കെ വളരെ കുറച്ച് മാക്സിമം കാർബൺ ഡൈ ഓക്സൈഡിനെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് ഫോട്ടോസിന്തറ്റിക് റിയാക്ഷൻ നടക്കുന്ന C4 പ്ലാന്റ്സിലാണ് കേട്ടോ. അപ്പോൾ C4 പ്ലാന്റ്സിൽ ATP മോളിക്യൂൾസിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 12 ATP molecules plus 18 ATP molecule. Together it is 30 ATP molecule and 12 NADPH it is required for C4 cycle. അപ്പോൾ C4 cycle നടക്കുന്ന C4 പ്ലാന്റ്സിലാണ്. C4 പ്ലാന്റ്സിലെ ക്രാൻസ് അനാട്ടമിയാണ്. ക്രാൻസ് അനാട്ടമിയിൽ മീസോഫിൽ സെൽസ് എപ്പിഡെർമൽ ലെയറിലേക്ക് തിരിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അതേപോലെ ബണ്ടിൽ ഷീറ്റ് സെല്ല് ലെയറായിട്ട് മറ്റേ വെയിൻസിൻ്റെയൊക്കെ, അതായത് സൈലം ഫ്ലോയൊക്കെ പോകുന്ന വെയിൻസിൻ്റെ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ചുറ്റും കാണുന്നതാണ്. അവിടെ എൻസൈമിൻ്റെ സബ്സ്ട്രേറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് ഡിഫറൻ്റ് ആയിട്ടാണ്. എൻസൈമും സബ്സ്ട്രേറ്റും മീസോഫിൽ സെല്ലിനകത്ത് കാണുന്നത് PEP കേസുമാണ്. PEP കേസിന് കാർബോക്സിലേഷൻ പ്രോപ്പർട്ടി മാത്രം ഉള്ളതുകൊണ്ട് അത് കാർബൺ ഡൈ ഓക്സൈഡിന് മാത്രമേ ഫിക്സ് ചെയ്യുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്താൽ അത് ഓക്സാലോഅസെറ്റിക് ആസിഡ് ആയിട്ടാണ് മാറുന്നത്. ഓക്സാലോഅസെറ്റിക് ആസിഡ് വേണമെങ്കിൽ മാലിക് ആസിഡ് ആയിട്ടും കൺവേർട്ട് ചെയ്യാം. ഈ മാലിക് ആസിഡ് അല്ലെങ്കിൽ ഓക്സാലോഅസെറ്റിക് ആസിഡ് പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻ വഴി ബണ്ടിൽ ഷീറ്റ് സെല്ലിലേക്ക് വരും. ബണ്ടിൽ ഷീറ്റ് സെല്ലിലും ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡീകാർബോക്സിലേഷൻ നടന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ വിട്ടുകൊടുക്കും. എന്തിനകത്ത്? ബണ്ടിൽ ഷീറ്റ് സെല്ലിനകത്ത്. ബണ്ടിൽ ഷീറ്റ് സെല്ലിലേക്ക് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നത് RUBP റുബിസ്കോ കൂടെ കൂടിയിട്ടാണ്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന് മാത്രമാണ് ബണ്ടിൽ ഷീറ്റ് സെല്ല് എക്സ്പോസ് ആവുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് റുബിസ്കോ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ മാത്രം RUBPക്ക് കൊടുക്കുകയും ആവശ്യമില്ലാതെ ഒരു സ്റ്റൊമേറ്റ ഓപ്പൺ ചെയ്യാൻ ഒരിട വരാതെ ഇരിക്കുകയും ചെയ്യും ഈ പറയുന്ന C4 പ്ലാന്റ്സിൽ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന് RUBP ആയിട്ട് കമ്പൈൻ ചെയ്ത് 6 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാവും. എന്നിട്ട് അത് C3 സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യും. C3 സൈക്കിളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാവും. 6 കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഫോട്ടോസിന്തറ്റിക് പാത്വേയിലേക്ക് വേണ്ട 12 ATP മോളിക്യൂളും അതുപോലെ തന്നെ റീജനറേഷൻ പ്രോസസ്സിലേക്ക് വേണ്ട 6 ATP മോളിക്യൂളും അത് അങ്ങനെ തന്നെ C3 സൈക്കിളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മീസോഫിൽ സെല്ലിലും ഏകദേശം 12 ATP മോളിക്യൂൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം മീസോഫിൽ സെല്ലിൽ യൂസ് ചെയ്യുന്ന 12 ATP മോളിക്യൂൾ എന്ന് പറയുന്നത് ഒന്ന് കാർബൺ ഫിക്സേഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ റീജനറേഷൻ ഓഫ് ദിസ് PEP റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് 12 ATP മോളിക്യൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ എനർജി എക്സ്പെൻസ് എന്ന് പറയുന്ന കുറച്ച് കൂടുതലാണെങ്കിൽ പോലും എഫിഷ്യൻ്റ് ആയിട്ട് ഫോട്ടോസിന്തസിസ് ചെയ്യും. കാരണം അവിടെ PEP ആണ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്ന. ഓക്സിജനേഷൻ പ്രോപ്പർട്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കവിടെ എന്താണ് ഫോട്ടോ റെസ്പിറേഷൻ എന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്റ്റൊമേറ്റ ഓപ്പൺ ചെയ്താൽ നടക്കുന്ന ഗേഷ്യസ് എക്സ്ചേഞ്ചിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ അതെടുക്കുള്ളൂ, ഓക്സിജൻ എടുക്കില്ല. ഓക്സിജൻ എടുത്താൽ അത് ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു വേസ്റ്റ് പ്രോസസ്സിലേക്ക് ലീഡ് ചെയ്യും. സോ C4 പ്ലാന്റ്സ് ഇറ്റ് ഈസ് seen in the very എന്താ പറയുക ഡ്രൈ ഏരിയയിലൊക്കെയാണ് C4 പ്ലാന്റ്സ് കാണുക. C4 പ്ലാന്റ്സ് അവിടെ കാണുമ്പോൾ അവിടെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ആ ഒരു റീജിയനിൽ വാട്ടറിൻ്റെ സ്കാഴ്സിറ്റി കാണും. അപ്പോൾ വാട്ടറിൻ്റെ സ്കാഴ്സിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ട്രാൻസ്പിറേഷൻ ലോസ് ആ പ്ലാന്റ്സിൽ കുറയ്ക്കണം. ട്രാൻസ്പിറേഷൻ നടക്കുന്ന മേജർലി ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഗ്യാസിനെ എടുത്തിട്ട് വെറുതെ സ്റ്റൊമേറ്റ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ലോസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വലിയ നഷ്ടമാണ്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് C4 പ്ലാന്റ്സിൽ ഇങ്ങനൊരു മെക്കാനിസം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നമ്മളൊരു ടേം യൂസ് ചെയ്തായിരുന്നു, ഫോട്ടോ റെസ്പിറേഷൻ അല്ലേ. എന്താണ് ഈ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് നമുക്ക് നോക്കാം. ഈ RUBPയും കാർബൺ ഡൈ ഓക്സൈഡും കൂടി കൂടിയിട്ട് റുബിസ്കോയിൻ്റെ പ്രസൻസിൽ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സിലാണ് ഈ പറയുന്ന ഫോട്ടോ റെസ്പിറേഷൻ നടക്കുക. ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്ന വേറൊന്നല്ല, റുബിസ്കോയിന് ഓക്സിജനേഷൻ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. റുബിസ്കോയിന് ഓക്സിജനേഷൻ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് RUBP ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൈക്കോലേറ്റ് പോലത്തെ മോളിക്യൂള് അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഫോസ്ഫോഗ്ലൈക്കോലേറ്റ് പോലത്തെ മോളിക്യൂൾ ഉണ്ടാവാം. ഈ ഫോസ്ഫോഗ്ലൈക്കോലേറ്റ് പോലത്തെ മോളിക്യൂൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ എൻ്റർ ഇൻ ടു പെറോക്സിസോം. പെറോക്സിസോമിലേക്ക് എൻ്റർ ചെയ്ത് അത് ചില അമിനോ ആസിഡ് ഫോം ചെയ്യാം. ഈ അമിനോ ആസിഡ് വീണ്ടും മൈറ്റോകോൺട്രിയയിലേക്കൊക്കെ ഇറങ്ങി ഡീകാർബോക്സിലേഷൻ നടന്ന് സെറീൻ ആയിട്ട് മാറാം. ഇതിനൊക്കെ ATP എനർജിയുടെ റിക്വയർമെൻ്റ് ഉണ്ട്. ATP എനർജിയുടെ റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ ഒരാവശ്യമില്ലാതെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ആ ATP എനർജി ലൈറ്റ് റിയാക്ഷനിൽ സിന്തസൈസ് ചെയ്ത് വെച്ചേക്കുന്ന ATP എനർജി ഒരു തരം റെസ്പിറേഷൻ പ്രോസസ്സാണിത്. അതായത് ഓക്സിജൻ എടുത്തിട്ട് RUBPയിലേക്ക് ഓക്സിജൻ എടുത്തിട്ട് പല കോമ്പൗണ്ട്സ് ആയിട്ട് മാറി വീണ്ടും RUBP റീജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു തരം റെസ്പിറേഷൻ പ്രോസസ്സാണ്. RUBP ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടൊക്കെയാണ് ഈ പ്രോസസ്സ് നടക്കുക. അതുകൊണ്ട് തന്നെ അതൊരു റെസ്പിറേഷൻ പ്രോസസ്സാണ്. പക്ഷേ ഈ റെസ്പിറേഷൻ പ്രോസസ്സിൽ ATP മോളിക്യൂൾ ഉണ്ടാവുന്നുമില്ല. ATP മോളിക്യൂളിനെ യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്കിത് പറയാം, ഈ ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന ഈ റെസ്പിറേഷൻ പ്രോസസ്സ് ഫോട്ടോ റെസ്പിറേഷൻ, ദാറ്റ് ഈസ് എ വേസ്റ്റ് പ്രോസസ്സ്, എനർജി വേസ്റ്റ് പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ ചോദിക്കാറില്ല, ഫോട്ടോ റെസ്പിറേഷനെ പറ്റിയിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ. ഫോട്ടോ റെസ്പിറേഷൻ സാധാരണ കാണുന്നത് C3 പ്ലാന്റ്സിലേക്കാണുള്ളൂ. കാരണം C3 പ്ലാന്റ്സിലാണ് റുബിസ്കോം RUBPയും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യാൻ സാധ്യതയുള്ളൂ. കാരണം അവിടത്തെയാണ് മീസോഫിൽ സെല്ല് RUBP റുബിസ്കോ ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ടേക്ക് പാർട്ട് ചെയ്യുന്ന 3 സെൽ ഓർഗനൽസ് ക്ലോറോപ്ലാസ്റ്റ്, പെറോക്സിസോം ആൻഡ് മൈറ്റോകോൺട്രിയ. ഇതിൻ്റെ ഓർഡർ ഓർത്തിരുന്നോളാം കേട്ടോ. ഇതിൻ്റെ ഓർഡർ ചോദിക്കാറുള്ളതാണ്. ഇൻ വിച്ച് ഓർഡർ ദ ഫോട്ടോ റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ മീസോഫിൽ സെൽസ് ഓഫ് C3 പ്ലാന്റ്സ്, ദാറ്റ് ഈസ് ക്ലോറോപ്ലാസ്റ്റ്, പെറോക്സിസോം, മൈറ്റോകോൺട്രിയ. അത് പല ഓർഡറിലും അവർ തിരിച്ചു മറിച്ചൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ അത് ഓർത്തിരുന്നോളണം. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഫോട്ടോ റെസ്പിറേഷൻ. ഫോട്ടോ റെസ്പിറേഷൻ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ആബ്സെന്റ് ഇൻ ദ കേസ് ഓഫ് C4 പ്ലാന്റ്സ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ C3 പ്ലാന്റ്സ് പറഞ്ഞു, C4 പ്ലാന്റ്സ് പറഞ്ഞു. അതേപോലെ തന്നെ CAM പ്ലാന്റ്സ് ഉണ്ട്, അതായത് CAM പ്ലാന്റ്സ്. CAM പ്ലാന്റ്സ് എന്ന് പറയുന്നത് ക്രാസുലേഷൻ ആസിഡ് മെറ്റബോളിസം കാണിക്കുന്ന പ്ലാന്റ്സ് ആണ് CAM പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കാത്തതാണ്. ക്രാസുലേഷ്യ ഫാമിലിയിലാണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ക്രാസുലേഷൻ ആസിഡ് മെറ്റബോളിസം എന്ന് പറയുന്നത്. പൈനാപ്പിൾ പോലത്തെ പ്ലാന്റിനകത്തൊക്കെയാണ് ഈ ഒരു മെക്കാനിസം കാണുക. പൈനാപ്പിൾ പോലത്തെ പ്ലാന്റ്സിനകത്ത് കാർബൺ ഫിക്സേഷൻ നടക്കുന്ന നൈറ്റിലാണ്. കാർബൺ ഫിക്സേഷൻ നടക്കുന്ന നൈറ്റിലായതുകൊണ്ട് നമുക്ക് ഇവിടെ വാട്ടർ ലോസ് വളരെ കുറവായിട്ട് കാണാം. അതായത് പൈനാപ്പിൾ പോലത്തെ പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്നത് വളരെ ഡ്രൈ ഏരിയയിലാണ്. അവിടെ വാട്ടർ സ്കാർസിറ്റി ഉണ്ട്. പക്ഷേ ഇവർക്ക് ക്രാൻസ് അനാട്ടമി ഇല്ല, മീസോഫിൽ സെൽസ് മാത്രമേ ഉള്ളൂ. ഈ മീസോഫിൽ സെൽസിൽ PEP ഉണ്ട്, PEP കേസും ഉണ്ട്, RUBP ഉണ്ട്, റുബിസ്കോ ഉണ്ട്. 2 എൻസൈമും 2 സബ്സ്ട്രേറ്റും ഒരു തരത്തിലുള്ള സെല്ലിനകത്ത് തന്നെയാണ് കാണുന്നത്. അവർക്ക് ക്രാൻസ് അനാട്ടമി ഇല്ല, ബണ്ടിൽ ഷീറ്റ് സെല്ലില്ല. അതുകൊണ്ട് ഇവർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ PEP കേസും നൈറ്റ് ടൈമിൽ ആക്റ്റീവ് ആയിരിക്കും. RUBPയും റുബിസ്കോം ഡേ ടൈമിൽ ആക്റ്റീവ് ആയിരിക്കും. ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്, നൈറ്റ് ടൈമിൽ ആ സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യുള്ളൂ. നൈറ്റ് ടൈമിൽ സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ PEPയും PEP കേസുമാണ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ PEP കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സാലോഅസെറ്റിക് ആസിഡായിട്ട് മാറും. ഈ ഓക്സാലോഅസെറ്റിക് ആസിഡ് മാലിക് ആസിഡായിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, PEP കേസിൻ്റെ പ്രസൻസിൽ. അതുകൊണ്ട് തന്നെ അവിടെ രാത്രി സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന് മാത്രമേ ഈ പറയുന്ന CAM പ്ലാന്റ്സിനകത്ത് മീസോഫിൽ സെൽസിനകത്തേക്ക് എടുക്കുന്നുള്ളൂ. അതിൻ്റെ അകത്ത് റുബിസ്കോ എന്താണ് നോൺ ഫങ്ഷണൽ ആയിട്ട് നിൽക്കുകയാണ്. അത് ഡേ ടൈം വന്നു കഴിയുമ്പോഴാണ് RUBP റുബിസ്കോം ഫങ്ഷണൽ ആവുന്നത്. ഡേ ടൈം വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ സ്റ്റൊമാറ്റോ അങ്ങ് ക്ലോസ് ചെയ്യുകയും ചെയ്യും. സ്റ്റൊമാറ്റോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സെല്ലിൻ്റെ ഉള്ളിൽ പിന്നെ ഇരിക്കുന്ന എന്താണ് മാലിക് ആസിഡാണ്. ഈ മാലിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡീകാർബോക്സിലേഷൻ നടന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ എങ്ങോട്ട് റിലീസ് ചെയ്യും? ഡേ ടൈമിൽ ക്ലോറോപ്ലാസ്റ്റ് ഓഫ് മീസോഫിൽ സെൽസിലേക്ക്, മീസോഫിൽ സെല്ലിൻ്റെ ക്ലോറോപ്ലാസ്റ്റിലേക്ക് അത് കാർബൺ ഡൈ ഓക്സൈഡിനെ മാത്രം റിലീസ് ചെയ്യും. അപ്പോൾ എന്താവും? RUBP റുബിസ്കോം ആക്റ്റീവ് ആവും. RUBPക്ക് കാർബൺ ഡൈ ഓക്സൈഡിന് മാത്രമേ കിട്ടുള്ളൂ. കാരണം സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് ഓക്സിജനുമായിട്ട് അത് എക്സ്പോസ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ RUBP കാർബൺ ഡൈ ഓക്സൈഡായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഈ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ടാവും. അത് C3 സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യും ബൈ യൂസിങ് ATP മോളിക്യൂൾ പ്രൊഡ്യൂസ്ഡ് ബൈ ലൈറ്റ് റിയാക്ഷൻ. അതാണ് CAM പ്ലാന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. സക്കുലൻ പ്ലാന്റ്സ് ലൈക്ക് അഗേവ്, ഒപ്പൻഷ്യ, കലാഞ്ചോ, ഇതൊക്കെ CAM പ്ലാന്റ്സിന് എക്സാമ്പിളാണ്. പൈനാപ്പിൾ ഈസ് അനദർ എക്സാമ്പിൾ. ഇതൊക്കെ ക്രാസുലേഷ്യ ഫാമിലിയിൽ വരുന്നതാണ് പൈനാപ്പിളൊക്കെ. അവിടെയാണ് ഇത് ആദ്യം കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് അതിന് ക്രാസുലേഷൻ ആസിഡ് മെറ്റബോളിസം എന്ന് കൊടുത്തിരുന്നത്. ഇനി നമുക്കൊരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വി നീഡ് ടു കമ്പയർ സം പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് C3 ആൻഡ് C4 പ്ലാന്റ്സ്. അതിനകത്ത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് ഇതിൻ്റെ ലാസ്റ്റ് കോളത്തിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഹിയർ ഫസ്റ്റ് ക്യാരക്ടർ, സെൽ ടൈപ്പ് ഇൻ വിച്ച് ദ കാൽവിൻ സൈക്കിൾ ടേക്ക് പ്ലേസ്. C3 പ്ലാന്റ്സിലെ കാൽവിൻ സൈക്കിൾ നടക്കുന്ന മീസോഫിൽ സെൽസിലാണ്. C4 പ്ലാന്റ്സിലെ കാൽവിൻ സൈക്കിൾ നടക്കുന്ന എവിടെയാണ്? ബണ്ടിൽ ഷീറ്റ് സെല്ലിലാണ്. അതായത് മീസോഫിൽ സെല്ലിനകത്ത് അതിൻ്റെ ഗ്രാന പ്രോമിനൻ്റ് ആയിരിക്കും, ബണ്ടിൽ ഷീറ്റ് സെല്ലിനകത്ത് അതിൻ്റെ സ്ട്രോമ പ്രോമിനൻ്റ് ആയിരിക്കും. മീസോഫിൽ സെല്ലിൻ്റെ
സെല്ലിനകത്തും ബണ്ടിൽ ഷീറ്റ് സെല്ലിനകത്തും ഡൈമോർഫിക് ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത് ഈ പറയുന്ന C4 പ്ലാന്റ്സിനകത്ത്. C4 പ്ലാന്റ്സിലെ ഡൈമോർഫിക് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് തന്നെ മീസോഫിൽ സെൽസിലെയും ബണ്ടിൽ ഷീറ്റ് സെല്ലിലെയും രണ്ട് തരത്തിലുള്ള ക്ലോറോപ്ലാസ്റ്റ് കൊണ്ടാണ്. നെക്സ്റ്റ് വൺ, സെൽ ടൈപ്പ് ഇൻ വിച്ച് ദ ഇനീഷ്യൽ കാർബോക്സിലേഷൻ റിയാക്ഷൻ ഒക്കേഴ്സ്. ഇനീഷ്യൽ കാർബോക്സിലേഷൻ റിയാക്ഷൻ C3 പ്ലാന്റ്സിലും C4 പ്ലാന്റ്സിലും മീസോഫിൽ സെൽസിൽ തന്നെ നടക്കുക. C3 പ്ലാന്റ്സിൽ ഇനീഷ്യൽ ഫൈനൽ കാർബോക്സിലേഷൻ എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ഒറ്റ കാർബോക്സിലേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. C4 പ്ലാന്റ്സിലെ മീസോഫിൽ സെൽസിലാണ് ഇനീഷ്യൽ കാർബോക്സിലേഷൻ നടക്കുക. Next character, how many cell type does the how many cells type does the leaf have that fix carbon dioxide? Carbon dioxide fix ചെയ്യുന്ന എത്ര തരത്തിലുള്ള സെല്ല് C3 പ്ലാന്റ്സിലുണ്ട്? ഒരു തരത്തിലുള്ള സെല്ലേ ഉള്ളൂ, അത് മീസോഫിൽ സെല്ലാണ്. C4 പ്ലാന്റ്സിൽ രണ്ട് തരത്തിലുണ്ട്, മീസോഫിൽ സെല്ലും ബണ്ടിൽ ഷീറ്റ് സെല്ലും. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടർ, വിച്ച് ഇസ് എ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ ഇൻ C3 പ്ലാന്റ്സ്? RUBP ആണ് പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ. C4 പ്ലാന്റ്സിലാണെങ്കിൽ PEP ആണ് പ്രൈമറി കാർബൺ dioxide acceptor. ഇനി നെക്സ്റ്റ് ക്യാരക്ടർ, നമ്പർ ഓഫ് കാർബൺസ് ഇൻ ദ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് ആക്സെപ്റ്റർ ഇൻ C3 പ്ലാന്റ്സ്. C3 പ്ലാന്റ്സിൽ RUBPക്ക് 5 കാർബൺ ആറ്റംസ് ആണുള്ളത്. C4 പ്ലാന്റ്സിൽ PEPക്ക് 3 കാർബൺ ആറ്റംസ് ആണുള്ളത്. നെക്സ്റ്റ് ക്യാരക്ടർ, വിച്ച് ഇസ് ദ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ് ഇൻ C3 പ്ലാന്റ്സ്. C3 പ്ലാന്റ്സിൽ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ് കേട്ടോ. നമ്മളവിടെ 6 കാർബൺ കോമ്പൗണ്ട് പറയാത്തതിന് കാരണം 6 കാർബൺ കോമ്പൗണ്ട് അങ്ങനെ ഫിക്സ് ചെയ്ത് ഇരിക്കുന്നില്ല. ഇറ്റ് വിൽ ബി ഇമ്മീഡിയറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. ഓക്കെ, ഒരൊട്ടും സമയം പോലും ഇരിക്കാത്തത് അതിന്റെ അൺസ്റ്റെബിലിറ്റി കൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് പ്രൈമറി കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ് ഇൻ C3 പ്ലാന്റ്സ് ഈസ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. C4 പ്ലാന്റ്സിലെ ഓക്സാലോഅസെറ്റിക് ആസിഡ് ആണ്. നെക്സ്റ്റ്, നമ്പർ ഓഫ് കാർബൺ ഇൻ ദ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ് ഇൻ ദ C3 പ്ലാന്റ്സ് ഈസ് 3 ആൻഡ് C4 പ്ലാന്റ്സ് ഈസ് 4. അതുകൊണ്ടാണ് അതിന് C3 പ്ലാന്റ്സ് എന്നും C4 പ്ലാന്റ്സ് എന്നും പറയുന്നത്. അതേപോലെ Rubisco, whether it is present in C3 plants or C3 plants and C4 plants. Rubisco is present in C3 and C4. C3 in which mesophyll cells and C4 in which bundle sheath cell will be containing the Rubisco. Ini, does the plant have PEP case? C3 plants PEP case undo? Illa. C4 plants PEP case mesophyll cells കാണുന്നുണ്ട് അല്ലേ? ഇനി വിച്ച് സെൽസ് ഇൻ ദ പ്ലാന്റ് ഹാവ് റുബിസ്കോ ഇൻ C3? C3യിൽ റുബിസ്കോ കാണുന്ന മീസോഫിൽ സെൽസിലാണ്. C4 പ്ലാന്റ്സിൽ റുബിസ്കോ കാണുന്ന ബണ്ടിൽ ഷീറ്റ് സെല്ലിലാണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ റേറ്റ് അണ്ടർ ഹൈ ലൈറ്റ് കണ്ടീഷൻ. ഹൈ ലൈറ്റ് കണ്ടീഷനിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ എങ്ങനെയായിരിക്കും C3 പ്ലാന്റ്സിൽ നടക്കുക? ഒരുപാട് ലൈറ്റിന്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫിക്സേഷൻ നടക്കില്ല. C3 അത്ര എഫിഷ്യൻ്റ് ആയിട്ട് നടക്കില്ല C3 പ്ലാന്റ്സിൽ, കാരണം അവിടെ അത്രയും ലൈറ്റിനെ ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി C3 പ്ലാന്റ്സിലില്ല. അതുകൊണ്ട് 50 to 70% കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കാം. പക്ഷേ ഹൈലൈറ്റ് ഇൻറ്റൻസിറ്റിയിലും കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഏകദേശം 200% കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കും C4 പ്ലാന്റ്സിൽ. കാരണം അതിനെ അഡാപ്റ്റ് ചെയ്യുന്ന രീതി, അങ്ങനെ ഒരു കണ്ടീഷനിൽ അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ തക്ക രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ഇവർക്കുണ്ട്. അതാണ് ആ C4 പ്ലാന്റ്സിലെ ക്രാൻസ് അനാട്ടമി എന്ന് പറയുന്നത്. ഇനി വെദർ ഫോട്ടോ റെസ്പിറേഷൻ ഇസ് പ്രസന്റ് അറ്റ് ലോ ലൈറ്റ് ഇൻറ്റൻസിറ്റി. ലോ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കുമോ? C3 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ ലോ ലൈറ്റ് ഇൻറ്റൻസിറ്റി ആണെങ്കിലും ഹൈലൈറ്റ് ഇൻറ്റൻസിറ്റി ആണെങ്കിലും സ്റ്റൊമേറ്റ് തുറന്ന ഫോട്ടോ റെസ്പിറേഷൻ നടക്കും C3 പ്ലാന്റ്സിൽ. അതുപോലെ C4 പ്ലാന്റ്സിൽ ഇറ്റ് വിൽ ബി നെഗ്ലിജിബിൾ റേറ്റിലായിരിക്കും C4 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കുക. വെദർ ഫോട്ടോ റെസ്പിറേഷൻ ഇസ് പ്രസന്റ് അറ്റ് ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റി ഇൻ ദ കേസ് ഓഫ് C3 പ്ലാന്റ്സ്. C3 പ്ലാന്റ്സിൽ ഹൈലൈറ്റ് ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ പറഞ്ഞു 50 to 70% കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷനെ നടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ സ്റ്റൊമേറ്റ് വളരെ കുറച്ചേ ഓപ്പൺ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ സം ടൈംസ് ആണ് ഫോട്ടോ റെസ്പിറേഷൻ നടക്കുള്ളൂ C3 പ്ലാന്റ്സിൽ ഹൈലൈറ്റ് ഇൻറ്റൻസിറ്റിയിൽ. പക്ഷേ C4 പ്ലാന്റ്സിന്റെ കേസിൽ അവർ ഒരിക്കലും ഫോട്ടോ റെസ്പിറേഷൻ നടക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് നെഗ്ലിജിബിൾ ക്വാണ്ടിറ്റിയിലാണ് ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നതെന്ന് പറയാം. ഇനി അടുത്ത്, വെദർ ഫോട്ടോ റെസ്പിറേഷൻ കുഡ് ബി പ്രസന്റ് അറ്റ് ലോ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ. ലോ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷനിൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കുമോ? കാർബൺ ഡൈ ഓക്സൈഡ് കുറയും തോറും റുബിസ്കോ ഓക്സിജൻ എടുക്കാനുള്ള ടെൻഡൻസി കൂടുകയാണ് ചെയ്യുക. അപ്പോൾ C3 പ്ലാന്റ്സിൽ ഹൈ റേറ്റ് ഓഫ് ഫോട്ടോ റെസ്പിറേഷൻ നടക്കും. നെഗ്ലിജിബിൾ ഫോട്ടോ റെസ്പിറേഷൻ ഓൺലി വിൽ ടേക്ക് പ്ലേസ് ഇൻ C4 പ്ലാന്റ്സ്. കാരണം അവിടെ എന്താണ്, ഫോട്ടോ റെസ്പിറേഷൻ റോൾ ഇല്ല. നെക്സ്റ്റ് വൺ, വെദർ ഫോട്ടോ റെസ്പിറേഷൻ വുഡ് പ്രസന്റ് അറ്റ് ഹൈ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റുബിസ്കോയ്ക്ക് കാർബൺ ഡൈ ഓക്സൈഡിനോട് തന്നെയാണ് അഫിനിറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുന്നത് ഓക്സിജനാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ 0.03%. അപ്പോൾ ഈ റുബിസ്കോന് ഓക്സിജനോട് അഫിനിറ്റി കൂടുതലായിരുന്നെങ്കിൽ എന്തായാലും ഒരിക്കലും അത് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കില്ലായിരുന്നു. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിനോട് ഒരുപാട് അഫിനിറ്റി ഉണ്ട് ഓക്സിജനെ അപേക്ഷിച്ച്, അതുകൊണ്ടാണ് അത് കാർബൺ ഡൈ ഓക്സൈഡിനെ സെലക്ട് ചെയ്യുന്നത്. സോ ഹിയർ വി ക്യാൻ സേ ഫോട്ടോ റെസ്പിറേഷൻ could present at high carbon dioxide concentration in C3 plants, it will be negligible. C4 plants already അത് negligible ആണ്. അത് temperature optimum which is required for photosynthesis in C3 plants വന്നിട്ട്
20 to 25 degree Celsius ആണ്. അതേപോലെ C4 പ്ലാന്റ്സിൽ എബോവ് 40 ഡിഗ്രി സെൽഷ്യസിലും ഫോട്ടോസിന്തസിസ് നടക്കും. ഇനി എക്സാമ്പിൾസ് ഫോർ C3 പ്ലാന്റ്, സാധാരണ കാണുന്ന എല്ലാ പ്ലാന്റ്സും C3 പ്ലാന്റ്സ് ആണ്. അതായത് മാംഗോ പ്ലാന്റ്, അതേപോലെ തന്നെ എന്താണ് പീ പ്ലാന്റ്, അതുപോലത്തെ എല്ലാ പ്ലാന്റ്സും C3 പ്ലാന്റ്സ് ആണ്. C4 പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന മെയ്സ്, സ്വർഗം, ഇതൊക്കെ C4 പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ടേബിൾ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ് ആണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം there are different factors which will affect photosynthesis, both external and internal factors. Internal factors എന്ന് പറയുന്നത് number, size, age and orientation of leaves, mesophyll cells in chloroplast, internal carbon dioxide concentration and amount of the chlorophyll molecule. External factors which will influence photosynthesis is sunlight, temperature, carbon dioxide concentration, water. Okay, in internal factors nu parayunnathu it depend on the genetic predisposition and the growth of the plant. Okay, adayathu adinte genetic characteristic features um plant inde growth okke anusariche internal factors vary cheyum. External factors nu parayunnathu that is according to the environmental conditions we can say. Okay, so here we can say when a biochemical activity, when it is having several factors, when it is getting affected in a biochemical activity, any of the factor, if it is in a minimum quantity, that can act as a limiting factor for that particular metabolism. Means ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ബയോകെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് അതിനകത്ത് ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും മിനിമം വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും മിനിമം ലെവലിൽ ഏത് ഫാക്ടറാണോ ഉള്ളത് അതാണ് ആ റിയാക്ഷൻ്റെ റേറ്റ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോസിന്തസിസിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് നമുക്ക് കാണാൻ കഴിയും അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദ ഫോട്ടോസിന്തസിസ് ഇറ്റ് ഒബേ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ബ്ലാക്ക്മാൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് കോമൺ ആയിട്ട് പറഞ്ഞതാണ്. വെൻ സെവറൽ ഫാക്ടേഴ്സ് അഫക്റ്റ് എനി ബയോകെമിക്കൽ പ്രോസസ്, ബ്ലാക്ക്മാൻ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ കം ഇൻ ടു എഫക്റ്റ്. ഓക്കെ, അത് ഫോട്ടോസിന്തസിസിലും വരുന്നുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. ഇനി ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ പ്രസൻസ് ഓഫ് ഗ്രീൻ ലീഫ് ആൻഡ് ഒപ്റ്റിമൽ ലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, ഇതൊക്കെ കറക്റ്റാണ്. പക്ഷേ ഫോട്ടോസിന്തസിസ് വളരെ ലോ ലെവലിലാണ്. വെൻ ഫോട്ടോസിന്തസിസ് ഇറ്റ് വിൽ ബി ലോ ലെവൽ വെൻ ടെമ്പറേച്ചർ ഈസ് ഇൻ ദ മിനിമം കണ്ടീഷൻ. അതായത് ഓരോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ C3 പ്ലാന്റ്സ് ആൻഡ് C4 പ്ലാന്റ്സ് അറ്റ് വിച്ച് ടെമ്പറേച്ചർ ഇറ്റ് വിൽ ഡു ഫോട്ടോസിന്തസിസ്. അപ്പോൾ ടെമ്പറേച്ചർ ആഡിക്വേറ്റ് ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കില്ല. കാർബൺ ഡൈ ഓക്സൈഡ് കറക്റ്റ് ആയിട്ടുണ്ട്, ലൈറ്റ് കറക്റ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും വാട്ടറൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ആ ടെമ്പറേച്ചർ കറക്റ്റ് അല്ലെങ്കിൽ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കില്ല. അപ്പോൾ അവിടുത്തെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചറാണ്. വെൻ വി ഗീവ് ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി വി ക്യാൻ സീ ദിസ് ദ ഫോട്ടോസിന്തസിസ് റേറ്റ് ഈസ് ഇൻക്രീസിങ്. അപ്പോൾ ഏതാണോ ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആ ലിമിറ്റിംഗ് ഫാക്ടറിൻ്റെ ഒപ്റ്റിമം ലെവലിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദർ ദ ബയോകെമിക്കൽ റിയാക്ഷൻസ് ഇറ്റ് വിൽ ബി ഒക്കറിങ് very fast or it can be increasing the biosynthetic rate. Okay, now next one is light. Light is one of the external factors that determine the photosynthesis. Okay, നമുക്കറിയാം പല പ്ലാന്റ്സിലും ലൈറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് വേസിലായിരിക്കും. അതായത് സയോഫൈറ്റ് ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സിലാണെങ്കിൽ അവർക്ക് ഒരുപാട് സൺലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ ലൈറ്റിൻ്റെ ക്വാളിറ്റി, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, ഡ്യൂറേഷൻ ഓഫ് എക്സ്പോഷർ ഓഫ് ലൈറ്റ്, ഇതൊക്കെ ഫോട്ടോസിന്തസിസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് കേട്ടോ. ഇപ്പോൾ ലോ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാം. അതായത് ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്ലാന്റ് എടുക്കുന്ന നോക്കിയിട്ട് നമ്മൾ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ റേറ്റ് ഇറ്റ് വിൽ ബി ആസ് എ ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് പതുക്കെ കൂടി വരുന്ന പോലെ നമുക്ക് കാണാൻ കഴിയും. അത് അവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. സോ ഹിയർ ലോ ലൈറ്റ് ഇൻറ്റൻസിറ്റി ദ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻടേക്ക് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ബട്ട് ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിൽ ഗ്രാജ്വലി ഇൻക്രീസ് എല്ലാം സ്റ്റോപ്പ് ആവും. കാരണം എന്താ, ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിൽ
ഈ പറയുന്ന എന്താ പറയുക ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് ഇത് ആക്ട് ചെയ്യുന്നില്ല. അതായത് ലൈറ്റ് ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നില്ല. ലൈറ്റ് കൂട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയും കാർബൺ ഡൈ ഓക്സൈഡ് വന്നിട്ട് എല്ലാം എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് വേണോ അതെല്ലാം സാച്ചുറേറ്റ് ആയിട്ടുണ്ടാകും. പ്ലാന്റ്സിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്തോറും അവിടെ സ്റ്റൊമാറ്റൽ ഓപ്പണിങ്ങിന് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ട്രാൻസ്പിറേഷൻ ലോസ് കൂടും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താവും ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇൻടേക്ക് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കാണാം ഈ ഒരു കർവ് അതുപോലെ ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നത് നമുക്ക് കാണാം. ഒരു പരിധി വിട്ട് ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടിയെന്ന് എഴുതിയൊന്നും ഫോട്ടോസിന്തസിസ് കൂടില്ല എന്നർത്ഥം. ഓക്കെ, അതേപോലെ സൺലൈറ്റിൻ്റെ ഒരു 10% മാത്രം മതി ഫുൾ ലൈറ്റ് സാച്ചുറേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഷെയ്ഡ് പ്ലാന്റ്സ്, അതായത് ഒരുപാട് ഡെൻസ് ഫോറസ്റ്റിൽ നിൽക്കുന്ന പ്ലാന്റ്സിൽ അല്ലാതെ ബാക്കി സാധാരണ നിൽക്കുന്ന പ്ലാന്റ്സിലൊന്നും ലൈറ്റ് ഒരു ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് നമ്മൾ കാണാറില്ല. ഒരുപാട് ഈ സയോഫൈറ്റിൻ്റെ കേസിൽ, അതായത് ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സിൻ്റെ കേസിൽ അവർക്ക് ഓൾറെഡി കുറച്ച് ലൈറ്റ് മതി. പക്ഷേ ഇത് ഒരുപാട് ഡെൻസ് ഫോറസ്റ്റിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് പെനട്രേറ്റ് ചെയ്ത് ചെല്ലണമെന്ന് തന്നെയില്ല. അപ്പോൾ എന്താ, അങ്ങനത്തെ കേസിൽ നമുക്ക് ലൈറ്റ് ഒരു ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതേപോലെ ലൈറ്റ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഒരു പരിധി കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോറോഫിൽ മോളിക്യൂളിൻ്റെ ബ്രേക്ക് ഡൗൺ നടക്കും. അതായത് ഫോട്ടോ ഓക്സിഡേഷനും നടക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ആണ് ഫോർ ഫോട്ടോസിന്തസിസ്. കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ അറ്റ്മോസ്ഫിയറിൽ 0.03% to 0.04% ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ 0.05% വരെ ഫോട്ടോസിന്തറ്റിക് റേറ്റ് കൂട്ടുകയാണെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു പോയിസൺ പോലെ ആക്ട് ചെയ്യുന്നതും അതുപോലെ ഒരുപാട് ഡ്യൂറേഷൻ കാർബൺ ഡൈ ഓക്സൈഡ് നല്ല കോൺസെൻട്രേഷനിൽ പ്ലാന്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റിന് ഡാമേജ് സംഭവിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ C3 പ്ലാന്റ്സിലും C4 പ്ലാന്റ്സിലും കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷനോട് റെസ്പോണ്ട് ചെയ്യുന്ന 2 തരത്തിലായിരിക്കും. ലോ ലൈറ്റ് കണ്ടീഷനിൽ 2 ഗ്രൂപ്പും കാർബൺ ഡൈ ഓക്സൈഡിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ ഹൈലൈറ്റ് ഇൻറ്റൻസിറ്റിയിൽ C3 പ്ലാന്റ്സും C4 പ്ലാന്റ്സും ഫോട്ടോസിന്തറ്റിക് റേറ്റ് കൂട്ടുന്നതാണ് കാണാം. അതായത് ഒരുപാട് ലോ ലൈറ്റ് ആണെങ്കിൽ എന്താണ് അതിന് ആവശ്യത്തിനുള്ള ATPയും അതുപോലെ NADPH ഉണ്ടാക്കാത്തതുകൊണ്ടാണ് C3 C4 പ്ലാന്റ്സിൽ ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ യൂട്ടിലൈസേഷൻ കുറയുന്നത്, അതുപോലെ ഫോട്ടോസിന്തസിസ് കുറയുന്നത്. പക്ഷേ കുറച്ച് ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ, ഒരുപാട് ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂട്ടാന്നല്ല, കുറച്ച് ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് C3 പ്ലാന്റ്സിലും C4 പ്ലാന്റ്സിലും കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കുന്നത് കൂടുതലായിട്ട് നമുക്ക് കാണാം. അതേപോലെ C4 പ്ലാന്റ്സിലൊക്കെ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കുന്ന സാച്ചുറേഷൻ പോയിന്റ് എത്താൻ വേണ്ടിയിട്ട് 360 മൈക്രോ ലിറ്റർ പെർ ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് മതി. പക്ഷേ C3 പ്ലാന്റ്സിലാണെങ്കിൽ 450 മൈക്രോ ലിറ്റർ പെർ ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ C3 പ്ലാന്റ്സിൽ അവിടെ ഫോട്ടോ റെസ്പിറേഷൻ എന്നൊരു പ്രോസസ്സ് ഇല്ല. പക്ഷേ C3 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ എന്നൊരു പ്രോസസ്സ് ഉണ്ട്. C4 പ്ലാന്റ്സിൽ അങ്ങനെ ഒരു പ്രോസസ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ ആളില്ല. അതുകൊണ്ട് വളരെ കുറഞ്ഞ കോൺസെൻട്രേഷനിൽ കാർബൺ ഡൈ ഓക്സൈഡ് മതി C4 പ്ലാന്റ്സിൽ. ഓക്കെ, അപ്പോൾ C4 പ്ലാന്റ്സിലെ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത് 360 മൈക്രോ ലിറ്റർ പെർ ലിറ്റർ ആണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ. പക്ഷേ C3 പ്ലാന്റ്സിലാണെങ്കിൽ അത് 450 മൈക്രോ ലിറ്റർ പെർ ലിറ്റർ വേണം കേട്ടോ. അതേപോലെ ഇപ്പോൾ C3 പ്ലാന്റ്സിൻ്റെ കേസിൽ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂടുന്തോറും ഫോട്ടോസിന്തസിസ് കൂടും, അതുപോലെ ഹൈ പ്രൊഡക്ടിവിറ്റിയും കാണിക്കുന്നത് കാണാം. അതുകൊണ്ട് അത് ഗ്രീൻ ഹൗസ് ക്രോപ്പിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. സാധാരണ ടൊമാറ്റോസിനും അതുപോലെ തന്നെ ബെൽ പെപ്പറിലും ഒക്കെ അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് അവർ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂടുതലുള്ള അറ്റ്മോസ്ഫിയർ റീച്ചിൽ കൂടുതൽ ഫോട്ടോസിന്തസിസ് ചെയ്യുകയും കൂടുതൽ ഈൽഡ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് സർട്ടൻ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ് ടൊമാറ്റോ ആൻഡ് ബെൽ പെപ്പർ. ഇനി നെക്സ്റ്റ് എക്സ്റ്റേണൽ ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ വന്നിട്ട് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് ബയോസിന്തറ്റിക് പാത്വേയിലാണ്, അതായത് എൻസൈമാറ്റിക് റിയാക്ഷനിലാണ്. ലൈറ്റ് റിയാക്ഷൻ വന്നിട്ട് ടെമ്പറേച്ചർ സെൻസിറ്റീവ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് റിയാക്ഷനിൽ ഒരുപാട് എൻസൈമാറ്റിക് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. പക്ഷേ ഡാർക്ക് റിയാക്ഷനിലാണെങ്കിൽ എൻസൈമാറ്റിക് ആക്ടിവിറ്റീസ് കൂടുതലാണ്. അതേപോലെ C4 പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യാം. പക്ഷേ ഹൈ ടെമ്പറേച്ചറിൽ ഹൈ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് നടക്കും. പക്ഷേ C3 പ്ലാന്റ്സിൻ്റെ കേസിൽ ലോവർ ടെമ്പറേച്ചറാണ് അവരുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 20 to 25 ഡിഗ്രി സെൽഷ്യസ് ആണ് C3 പ്ലാന്റ്സിൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എങ്കിൽ മോർ ദാൻ 40 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഈ പറയുന്ന C4 പ്ലാന്റ്സിൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ,
അതേപോലെ ടെമ്പറേച്ചർ ഒപ്റ്റിമം ഫോട്ടോസിന്തസിസിലെ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് ഏത് ഹാബിറ്റാറ്റിലാണ് ജീവിക്കുന്നത്, ഏത് ഹാബിറ്റാറ്റിൽ അഡാപ്റ്റ് ചെയ്ത് ജീവിക്കുന്നു എന്നനുസരിച്ചാണ് അവർ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഡിസൈഡ് ചെയ്യുന്നത്. ട്രോപ്പിക്കൽ പ്ലാന്റ്സിലൊക്കെ ആണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും അതിൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഫോർ ഫോട്ടോസിന്തസിസ് ദാൻ ദ ടെമ്പറേറ്റ് ക്ലൈമറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ if we see water actually it is not directly taking part in the photosynthesis, but it is indirectly taking part in the absorption of carbon dioxide. Carbon dioxide intake വേണ്ടിയിട്ട് അല്ലെങ്കിൽ gaseous exchange വേണ്ടിയിട്ട് സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്ത് gaseous exchange നടക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ഇൻഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വാട്ടർ സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീവ്സ് വിൽട്ട് ആവാനും അതുപോലെ തന്നെ സർഫസ് അപ്പോൾ ലൈറ്റിൻ്റെ അബ്സോർപ്ഷൻ കുറയാനും കാർബൺ ഡയോക്സൈഡിൻ്റെ ഇൻടേക്ക് കുറയാനും അതുപോലെ ഫോട്ടോസിന്തറ്റിക് റേറ്റ് കുറയാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ മെറ്റാബോളിക് ആക്ടിവിറ്റീസിനൊക്കെ എഫക്റ്റ് ചെയ്യും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ. ഓക്കെ, water, even though water is one of the reactant in the light reaction, the effect of water as a factor is more through its effect on the plant rather than directly on photosynthesis. അതായത് ഫോട്ടോസിന്തസിസിൽ ഡയറക്റ്റായിട്ട് ആക്ട് ചെയ്യുക, അതായത് എന്താ പറയുക, ഈ ലൈറ്റ് റിയാക്ഷനിൽ ആണ് ശരിക്കും ഇത് വാട്ടർ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിനൊക്കെ കൂടുതലാണ് നമ്മുടെ ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ഈ പറയുന്ന വാട്ടറിൻ്റെ റിക്വയർമെൻറ്റ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു എക്സ്ട്രാ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. വാർബർഗ് ഫൗണ്ട് ഔട്ട് ഓക്സിജൻ ഹാസ് എൻ ഇൻഹിബിറ്റിംഗ് എഫക്റ്റ് ഓൺ ഫോട്ടോസിന്തസിസ്. അതിന് വാർബർഗ് എഫക്റ്റ് എന്നാ പറയുക. വാർബർഗ് കണ്ടുപിടിച്ചതാണ് ഓക്സിജന് ഫോട്ടോസിന്തസിസിൽ ഒരു ഇൻഹിബിറ്ററി എഫക്റ്റ് ഉണ്ട്, നമ്മൾ വാർബർഗ് എഫക്റ്റ് എന്നാ പറയുക. അത് അദ്ദേഹം സ്റ്റഡി ചെയ്ത ക്ലോറല്ല ക്ലാമിഡോമോണാസ് വോൾവോക്സ് എന്ന് പറയുന്ന പ്ലാന്റ്സിലാണ് അദ്ദേഹം വാർബർഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് സ്റ്റഡി ചെയ്ത്. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് ലൈറ്റ് കോമ്പൻസേഷൻ പോയിന്റ്. എന്താണ് ലൈറ്റ് കോമ്പൻസേഷൻ പോയിന്റ് നമുക്ക് നോക്കാം. ലൈറ്റ് കോമ്പൻസേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ദ പോയിന്റ് at a particular light intensity when no gaseous exchange is observed between the environment and photosynthetic organ illuminated by that light intensity. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കില്ല. അതായത് ഫോട്ടോസിന്തസിസ് എത്രമാത്രം നടക്കുന്നു അതേ സെയിം റേറ്റിൽ റെസ്പിറേഷൻ നടക്കുന്നത് കൊണ്ട് ആ ഫോട്ടോസിന്തസിസിന് വേണ്ട കാർബൺ ഡൈ ഓക്സൈഡ് റെസ്പിറേഷൻ പ്രോസസ്സിൽ നിന്നും കിട്ടും. റെസ്പിറേഷന് വേണ്ട എന്താണ് ഓക്സിജൻ ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റ് ആയിട്ടും കിട്ടും. ആ ഒരു പർട്ടിക്കുലർ ലൈറ്റ് ഇൻറ്റൻസിറ്റിക്ക് അതിനെയാണ് നമ്മൾ ലൈറ്റ് കോമ്പൻസേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈറ്റ് കോമ്പൻസേഷൻ പോയിന്റ് ഇതൊരിക്കൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലൈറ്റ് കോമ്പൻസേഷൻ പോയിന്റ് ഈസ് നത്തിങ് ബട്ട് വെൻ ദർ ഈസ് നോ at particular light intensity there will not be any exchange of gas for respiration and photosynthesis, because whatever oxygen is required for respiration it will be getting from the photosynthesis process, and whatever carbon dioxide it is required for photosynthesis that will be received from the respiratory product. Okay, so this is all about this chapter, photosynthesis.